ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വാഗീശാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുഃ തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദദാന. ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ. സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. വാൽമീകേർമുനിസിംഹസ്യ കവിതാവനചാരിണഃ ശൃണ്വൻ രാമകഥാനാദം കോ നയാതി പരാംഗതിം. യഃ പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്തം മുനിം വന്ദേ പ്രാചേതസമകൽമഷം. ഗോഷ്പദീകൃതവാരാശിം മശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്യം ജനകാത്മജായാഃ ആദായ തേനൈവ ദദാഹ ലങ്കാം. നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യഃ കർണാഞ്ജലി സംബുടൈരഹരഹർ സമ്യക് പിബത്യാദരാത് വാൽമീകിർവദനാരവിന്ദഗളിതം രാമായണാഖ്യം മധു. ജന്മവ്യാധിജരാവിപത്തിമരണൈഃ അത്യന്തസോപദ്രവം സംസാരം സവിഹായ ഗച്ഛതി പുമാൻ വിഷ്ണോഃ പദം ശാശ്വതം. തദുപഗതസമാസസന്ധിയോഗം സമമധുരോപനദാർത്ഥവാക്യബദ്ധം രഘുവരചരിതം മുനിപ്രണീതം ദശശിരസശ്ച വധം നിശാമയധ്വം. വാൽമീകി ഗിരിസംഭൂതാ രാമസാഗരഗാമിനി പുനാതിഭുവനം പുണ്യാ രാമായണ മഹാനദി. ശ്ലോകസാരജലാകീർണം സർഗകല്ലോലസങ്കുലം കാണ്ഡഗ്രാഹമഹാമീനം വന്ദേ രാമായണാർണവം. വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദഃ പ്രാചേതസാദാസീത്
സാക്ഷാത് രാമായണാത്മനാ വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാംഭജേ ശ്യാമളം വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുതഃ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യഃ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യഃ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഇന്ന് രാമായണ മാസം 18-ാം ദിവസം. അതിലേക്ക് ഏവർക്കും സ്വാഗതം. വാൽമീകി രാമായണം ആരണ്യകാന്ഡം ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടരുകയാണ്. 43 സർഗങ്ങൾ കഴിഞ്ഞു. ഇന്ന് 44-ാം സർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആരണ്യകാന്ഡം ആകെ 75 സർഗങ്ങൾ. അതിൽ 43 സർഗം കഴിഞ്ഞു. ഇന്നലെ നമ്മൾ കണ്ട ഭാഗം മാരീചൻ പൊന്മാനായി വന്ന് സീതയുടെയും രാമന്റെയും മുമ്പിൽ, അവരുടെ ആശ്രമത്തിന്റെ മുമ്പിൽ പഞ്ചവടിയിൽ അവരെ ആകർഷിക്കുന്നതായിട്ടുള്ള രീതിയിൽ കളിച്ചു നടക്കുന്നതായിട്ടുള്ള ഇനി വർണ്ണിച്ചു. അത് കണ്ട സീത വളരെയധികം അതിനോട് ആസക്തി, ആഗ്രഹം വന്ന് രാമനോട് പറയുന്ന വർണ്ണനകളാണ് നല്ല വിശദമായിട്ട് നമ്മൾ കണ്ടത്. ആ മാനിനെ കുറിച്ച്, ഇതുപോലൊരു മാൻ ലോകത്തിൽ എവിടെയുണ്ടാവില്ല, അത്ഭുതമാണിത്. അതിനെ ഒന്നുകിൽ ജീവനോടെ പിടിച്ചോണ്ട് വരിക, അല്ലെങ്കിൽ അതിനെ കൊന്നിട്ടാണെങ്കിലും അതിന്റെ തോല് കിട്ടിയാലും മതി. ആ തോലിലിരുന്ന് എനിക്ക് എന്റെ ധ്യാനാദികള് ജപാദികളൊക്കെ ചെയ്യാൻ വളരെ ഉത്തമമാണ്, മനോഹരമായിട്ടുള്ളതാണ്. ഇനി അതിനെ ജീവനോടെ കിട്ടിയാലോ, നമ്മള് വനവാസം തീർന്ന് അയോധ്യയിലേക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാം. അവിടെ എല്ലാവർക്കും സന്തോഷമാവും. ഭരതനും അമ്മമാർക്കും എല്ലാവർക്കും വളരെ കൗതുകവും സന്തോഷവുമാകും. അവർക്കെല്ലാം ഒരു സമ്മാനമായിട്ട് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അതിനെ എനിക്ക് പിടിച്ചു തന്നേ മതിയാവൂ എന്നുള്ള രീതിയിൽ സീത തന്റെ ആ ഒരു ആഗ്രഹത്തെ രാമന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. പക്ഷെ ലക്ഷ്മണൻ അപ്പൊ തന്നെ പറയുന്നുണ്ട്, ഇതിങ്ങനൊരു മാൻ അത്ഭുതമാണ്, അപൂർവമാണ്, ഇത് രാക്ഷസനായിട്ടുള്ള മാരീചൻ തന്നെ ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ രാമൻ സീതയുടെ വാക്കുകൾ അപ്പോൾ തൽക്കാലം കൂടുതലായിട്ട് കേട്ട് അതിൽ തനിക്കും ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ പ്രകടിപ്പിക്കുന്നു. ഇനി അഥവാ ഇത് മാരീചനാണെങ്കിൽ അതിനെ ഞാൻ കൊന്നേക്കാം, അല്ല ജീവനോടെ കിട്ടുകയാണെങ്കിൽ
നല്ല മാനാണെങ്കിൽ ഞാനിതിനെ പിടിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സീതയോടും ലക്ഷ്മണനോട് സീതയെ നോക്കി രക്ഷിക്കാനായിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് രാമൻ ഈ മാനിന്റെ പുറകെ ഇറങ്ങുന്നു. അതാണ് നമ്മൾ ഇന്നലെ അവസാനം കണ്ടതായിട്ടുള്ള ഭാഗം. അതിനെ തുടർന്ന് രാമൻ ആ മാനിനെ പിന്തുടർന്ന് പോകുന്നതും പിന്നീട് അത് പിടികൊടുക്കാതിരിക്കുമ്പോൾ അവസാനം അതിനെ വധിക്കുന്നതുമായിട്ടുള്ള അസ്ത്രമെയ്ത് ആ മാരീചൻ എന്ന മാനിനെ വധിക്കുന്നതും ആ മാൻ ലക്ഷ്മണ സീതയെ എന്നൊക്കെ പറഞ്ഞ് കള്ളക്കരച്ചിൽ കരഞ്ഞ് ലക്ഷ്മണനെ അവിടുന്ന് സീതയിൽ നിന്ന് അകറ്റാനായിക്കൊണ്ടുള്ള ആ ഒരു ഉപായം ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഭാഗമാണ് ഇനി നമ്മൾ കാണുന്നത്. ഈ അധ്യായത്തിൽ ഈ സർഗത്തിൽ ആദ്യം മറ്റേ മാരീച്ച വധം എന്നുള്ളതായിട്ടുള്ള വിഷയമാണ്. ആ മാനിനെ വധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ ലക്ഷ്മണൻ രാമന്റെ അടുത്തേക്ക് പോകുന്നത് അടുത്ത സർഗത്തിൽ വരും. ആ സമയത്താണ് പിന്നെ നമ്മുടെ രാവണൻ വേഷം മാറി വന്ന് സീതയെ കട്ടുകൊണ്ടുപോകുന്നതല്ല. നാരായണ. അത് ശ്രീമദ് വാൽമീകിയെ രാമായണേ ആരണ്യകാണ്ഡേ ചതുശ്ചത്വാരിംശ സർഗഃ 44-ാം സർഗം. തദാ തു തം സമാദിശ്യ ഭ്രാതരം രഘുനന്ദനഃ ബബന്ധാസിം മഹാതേജ ജാംബൂനദമയൽ സരും. അപ്പോൾ മഹാതേജാഹ രഘുനന്ദനഃ തം ഭ്രാതരം തദാ സമാദിശ്യ. ആ രഘുവംശത്തെ ആനന്ദിപ്പിക്കുന്നവനായ ശ്രീരാമൻ തന്റെ സഹോദരനായ ലക്ഷ്മണനോട് ഇപ്രകാരം ആദേശം കൊടുത്ത് അഥവാ നിർദ്ദേശം കൊടുത്ത് ജാംബൂനദമയ സരും അസിംബബന്ധ. തന്റെ അസി എന്ന് പറഞ്ഞാൽ വാളാണ്. അപ്പൊ അസിയെ അരയിൽ കെട്ടി എന്നർത്ഥം. തയ്യാറായി. എന്തിന് വേണ്ടി വന്ന തോലെടുക്കാൻ അല്ലേ? മാനിനെ വാളുകൊണ്ട് പിടിക്കാൻ പറ്റില്ല. അത് അമ്പെയ്യേണ്ടി വരും. അമ്പെയ്യേണ്ടി വന്നാൽ അത് കൊന്നു കഴിഞ്ഞാൽ പിന്നെ തോലുരിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം? അത് വാള് വേണം. അപ്പൊ അതിനാണ് ജാംബൂനദം അയൽ സരും അസിം. ജാംബൂനദം എന്ന് പറഞ്ഞാൽ സ്വർണമാണ്. സ്വർണം കൊണ്ടുള്ളതായിട്ടുള്ള പിടി, അതാണ് സരു. അപ്പൊ ജാംബൂനദമയ സരും, ആ സ്വർണം കൊണ്ട് പിടികെട്ടിയിട്ടുള്ളതായിട്ടുള്ള ആ വാളിനെ തന്റെ അരയിൽ കെട്ടി എന്നർത്ഥം. യഥാസ്ഥാനം ബന്ധിച്ചു. തദസ്ത്രവനദം ചാപം ആദായാത്മവിഭൂഷണം ആബദ്ധ്യ ചകലാബൗ ദ്വൗ ജഗാമോദഗ്രവിക്രമഃ. ഉദഗ്രവിക്രമഃ തതഃ ആത്മവിഭൂഷണം ത്ര്യവനദം ചാപമാദായ. ചാപം രാമന്റെ വില്ല് കോദണ്ഡം അതെങ്ങനെയുള്ളതാണ്? അത് ത്രിയവനദം, 3 അവനതികൾ. അവനതി എന്ന് പറഞ്ഞാൽ വളവാണ്. അപ്പൊ 3 ബെൻഡ് ഉള്ളതായിട്ടുള്ള വില്ലിനെപ്പോഴും 3 ബെൻഡ് ഉണ്ടാവും. രാമന്റെ വില്ല് പ്രത്യേകമായിട്ട് അതിന്റെ ആ പ്രത്യേക ഷേപ്പ് ഉണ്ട് അല്ലേ? അല്ലാതെ മറ്റേ മഴവില്ല് പോലെയല്ല, റാ ഷേപ്പല്ല. അതിന് വില്ലിൻ്റെതായിട്ടുള്ള പ്രത്യേക 3 വളവുള്ളത്. അപ്പൊ 3 വളവുള്ള തന്റെ കോദണ്ഡം എന്ന വില്ലിനെ എടുക്കുകയാണ്. ആര്? ഉദഗ്രവിക്രമഃ. ഉദഗ്രവിക്രമൻ എന്ന് പറഞ്ഞാൽ ഉയർന്ന ശ്രേഷ്ഠമായ പരാക്രമത്തോടു കൂടിയവൻ, പ്രസിദ്ധമായ പരാക്രമത്തോടു കൂടിയവൻ എന്നൊക്കെ അർത്ഥം. അങ്ങനെയുള്ള രാമൻ ആത്മവിഭൂഷണം, തനിക്ക് അലങ്കാരമായി ശോഭിക്കുന്ന എന്നുവെച്ചാൽ രാമന്റെ കൂടെയുള്ള എപ്പോഴുമുള്ള ആയുധമാണെന്ത്? കോദണ്ഡം എന്ന വില്ല്. അതില്ലാതെ രാമനെ നമുക്ക് ചിന്തിക്കാനാവില്ല. അപ്പൊ രാമന്റെ ഒരു അലങ്കാരമാണ് ആ കോദണ്ഡം എന്ന വില്ല്. അതിനെ എടുത്ത് ദ്വൗ കാലാപൗ ആബദ്ധ്യ. കാലാപം എന്ന് പറഞ്ഞാല് അവനാഴി. ദ്വൗ കാലാപൗ, 2 അവനാഴികളെ 2 തോളുകളിൽ ബന്ധിച്ചിട്ട് ജഗാമ ഗമിച്ചു. മാനിന്റെ പുറകെ ഗമിക്കുകയാണ്. തം വഞ്ചയാനോ രാജേന്ദ്രം ആവ്രജന്തം നിരീക്ഷ്യ വൈ ബഭൂവാന്തർഹിതത്രാസാദ് പുനഃ സന്ദർശനേ അഭവത്. രാജേന്ദ്രം തം ആവ്രജന്തം നിരീക്ഷ്യ ത്രാസാദ് അന്തർഹിത ബഭൂവ. ആര്?
മാനിന്റെ കാര്യമോ പറയണം. മാരീചൻ എന്ന മാന് ആ രാജേന്ദ്രം തം ആവ്രജന്തം നിരീക്ഷ, രാജേന്ദ്രനായ അവനെ, രാമനെ തന്റെ നേർക്ക് വ്രജിക്കുക എന്ന് പറഞ്ഞാൽ ഗമിക്കുക തന്നെയാണ്. അപ്പൊ തന്നെ സമീപിക്കുന്നതായി കണ്ടിട്ട് ത്രാസാദ് അന്തർഹിത, അതിന്റെ ഉള്ളില് ഭയമുണ്ടായി. ആരുടെ ഉള്ളില്? മാനിന്റെ ഉള്ളില്, ആ പൊന്മാൻ മറ്റേ മാരീചന്റെ ഉള്ളില് വല്ലാത്ത ത്രാസമുണ്ടായി. അതുകൊണ്ട് തന്നെ മറഞ്ഞു നിന്നു എന്നാണ്. അന്തർഹിതനായി എന്ന് പറഞ്ഞാൽ അന്തർധാനം, മറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ബഭൂവ. പിന്നീട് വഞ്ചയാനഹ പുനഃ വൈ സന്ദർശനേ അഭവത്. പിന്നെ രാമനെ വഞ്ചിക്കാനായിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിന്നി തെളിയും. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മിന്നൽ പോലെ കാണും. അതാണ് സന്ദർശനേ എന്നുള്ള ദർശനത്തിന്റെ മുമ്പിൽ, കണ്ണിന് മുമ്പിൽ ഇടയ്ക്ക് ഒന്ന് ഭവിക്കും. അത് കഴിഞ്ഞാൽ പിന്നെയും അന്തർഹിതമാകും. അപ്പൊ രാമനെ എങ്ങനെയെങ്കിലും ദൂരേക്ക് ആകർഷിച്ചു കൊണ്ടുപോകണം എന്നുള്ളത് ആ രാവണന് വേണ്ടി ചെയ്യേണ്ട തന്റെ ദൗത്യം, അത് പ്രവർത്തിക്കുകയാണ്. ബദ്ധാസിതനുരാഗായ പ്രതുദ്രാവയതോ മൃഗഃ. ആ സമയത്ത് രാമൻ ബദ്ധാസിഹി, അസിയെ ബന്ധിച്ചവനായിട്ട്, വാളിനെ അരയിൽ ബന്ധിച്ചവനും, ധനുഹു ആദായ, വില്ലുമെടുത്തവനായ രാമൻ, മൃഗഃ യതഃ, എവിടെയാണോ ആ മൃഗം മാനുള്ളത് അവിടേക്ക് പ്രതുദ്രാവ, പ്രകർഷേണ ദുദ്രാവ എന്ന് പറഞ്ഞാൽ ദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഓടുക എന്നർത്ഥമാണ്. അപ്പൊ രാമൻ ആ മാന എവിടെയാണോ അവിടേക്ക് ചടുലമായി വേഗം പാഞ്ഞു ചെല്ലുകയാണ്. തം പശ്യതി സ്മരൂപേണ ദ്യോതമാനമിവാഗ്രതഃ അവേക്ഷ്യ ധാവന്തം ധനുഷ്പാണിം മഹാവനെ അതിവൃത്തമിഷോപാദാത് ലോഭയാനം കദാചന ശങ്കിതം തു സമുദ്ഭ്രാന്തം ഉൽപതന്തമിവാംബരേ ദൃശ്യമാനമദൃശ്യം ച വനോദ്ദേശേഷു കേഷുചിത് ചിന്നാഭ്രൈരിവ സംവീതം ശാരദം ചന്ദ്രമണ്ഡലം. തം അഗ്രതഃ രൂപേണ ദ്യോതമാനം ഇവ. അപ്പൊ ആ മാനിനെ രാമൻ കാണുകയാണ്. തന്റെ മുമ്പിൽ ഇടയ്ക്കിടയ്ക്ക് കാന്തി കൊണ്ട് ശോഭിക്കുന്നത്, രൂപേണ ദ്യോതമാനം, നല്ല സൗന്ദര്യത്തോടെ പ്രകാശിക്കുന്നതും. മഹാവനെ ധനുഷ്പാണിം, ഇവിടെ രാമനെയാണ് മാൻ കാണുകയാണ്. അപ്പൊ രൂപം കൊണ്ട് കാന്തി കൊണ്ട് ശോഭിക്കുന്നവനും, മഹാവനെ ധനുഷ്പാണിം, ഈ വനത്തില് വില്ലേന്തിയവനുമായിട്ട്, അവേക്ഷ്യ ധാവന്തം, പിന്തിരിഞ്ഞ് നോക്കി ഓടുകയാണ് ഈ ആര്? മാൻ. അതാണ് അവേക്ഷ്യ. രാമൻ എവിടെയാണെന്ന് നോക്കിക്കൊണ്ട് മാൻ ഓടുകയാണ്. ഇഷോഹോപാദാത് അതിവൃത്തം. ഇഷു എന്ന് പറഞ്ഞാൽ ആ രാമന്റെ അമ്പ് തന്റെ മേലെ പതിക്കുന്നതിൽ നിന്ന് അതിവർത്തിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൂരെ നിൽക്കുക, അല്ലെ? ഏത് ജന്തുക്കളും അങ്ങനെയാണ്, അല്ലെ? നമ്മൾ നായെ ഒന്ന് പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഓട്ടോടും. ഏതുവരെ ഓടുക? നമ്മൾ കല്ലെറിഞ്ഞാൽ കൊള്ളാത്ത ദൂരത്ത് പോയി നിൽക്കും, എന്നിട്ട് തിരിഞ്ഞു നോക്കും. പിന്നെയും നമ്മൾ അതിന്റെ അടുത്തേക്ക് ചെന്ന് കല്ലെടുക്കുന്നത് പോലെ കാണിച്ചാലോ അത് വീണ്ടും ഒരു ഓട്ടോടും. കുറെ കൂടി പോയിട്ട് സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് പോയിട്ട് ഒന്ന് തിരിഞ്ഞു നിൽക്കും. ഇതുപോലെ ഈ മാൻ രാമന്റെ അസ്ത്രം എയ്താലും തന്നെ കൊള്ളരുത് എന്നുള്ള രീതിയിൽ കുറെ ദൂരെ മാറി തിരിഞ്ഞ് നോക്കി നിൽക്കുകയാണ്. അതാണ് ഇഷോഹോ പാദാത്. ഇഷു എന്ന് പറഞ്ഞാൽ അസ്ത്രമാണ്. അതിന്റെ പതനത്തിൽ നിന്ന് അതിവർത്തിച്ചു നിൽക്കുന്നതും. കഥാചന ലോഭയാനം, ചില സമയത്ത് രാമനെ ലോഭിപ്പിക്കുക എന്ന് പറഞ്ഞാലോ കൊതിപ്പിക്കുക. ഇപ്പൊ കയ്യിൽ കിട്ടും എന്നുള്ള രീതിയിൽ ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ രാമൻ മുന്നോട്ട് പോവുള്ളൂ, അല്ലെ? കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാലോ നിരാശയോടെ മടങ്ങും. അപ്പൊ മടങ്ങാനും പാടില്ല, തന്റെ കൂടെ വരണം. അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് രാമനെ പ്രലോഭിപ്പിക്കും. അങ്ങനെ ലോഭയാനം ശങ്കിതം തു സമുദ്ഭ്രാന്തം, ശങ്കിക്കുന്നതായിട്ടും നല്ലതുപോലെ മനസ്സിൽ വിഭ്രാന്തി ഉള്ളതായിട്ടും ഭയമുള്ളതായിട്ടും. അമ്പരെ ഉത്പതന്തം ഇവ, ഇടയ്ക്ക് മാന ആകാശത്തിലേക്ക് ഇങ്ങനെ കുതിച്ച് ചാടുന്നത് പോലെ ഉയരത്തിലേക്ക് ആകാശത്തേക്ക് നോക്കി ചാടും. വനോദ്ദേശേഷു കേഷുചിത് ചിന്നാഭ്രൈഹി സംവീതം ശാരദം ചന്ദ്രമണ്ഡലം ഇവ ദൃശ്യമാനം. ചില വനപ്രദേശങ്ങളിൽ മേഘശകലം കൊണ്ട് മറയ്ക്കപ്പെട്ട ശരത്കാല ചന്ദ്രനെ പോലെ ഇടയ്ക്കിടയ്ക്ക് കാണും. എന്നുവെച്ചാൽ വനങ്ങളുടെ മരങ്ങളുടെ ഇടയിൽ പൊന്തക്കാടുകളുടെ ഇടയിൽ കൂടെ
ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ശരത്കാലത്ത് ആ മേഘത്തിന്റെ ഇടയിൽ കൂടെ കാണുന്ന പൂർണ്ണചന്ദ്രനെ പോലെ ഈ മാനിനെ തോന്നും എന്നർത്ഥം. അങ്ങനെ അദൃശ്യം പശ്യതിസ്മ, ചിലപ്പോൾ കാണാതെയാവുന്നതായിട്ടും കാണപ്പെട്ടു എന്നാണ്. എന്നുവെച്ചാൽ മിന്നി മിന്നി കാണാതെ അദൃശ്യമാവുക, പിന്നെയും പുറത്തേക്ക് വരിക, രാമനെ പ്രലോഭിപ്പിക്കുക, പിന്നാലെ ആകർഷിച്ചു കൊണ്ടുവരാനായിട്ട് ദൂരേക്ക് അകറ്റാനായിക്കൊണ്ടുള്ള ശ്രമം ചെയ്യുന്നു എന്നർത്ഥം. മുഹൂർത്താദേവദൃശേ മുഹുർദൂരാത് പ്രകാശത്തെ. അങ്ങനെ മുഹൂർത്താദേവദൃശേ അല്പനേരത്തേക്ക് കാണപ്പെടുന്നു, മുഹുഹു ദൂരാത് പ്രകാശത്തെ. പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ കുറെ ദൂരത്തെത്തിയിട്ടാണ് കാണുക. അപ്പൊ ഇടയ്ക്ക് അടുത്ത് കാണും, ഇടയ്ക്ക് ദൂരേക്ക് കാണും. ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ട് രാമനെ ആകർഷിച്ചു കൊണ്ടിരുന്നു. ദർശനാദേവം സോപാകർഷതരാഘവം സുദൂരമാശ്രമസ്യാസ്യ മാരീചോ മൃഗദാം ഗതഃ. മൃഗദാം ഗതഃ സഹ മാരീചഃ, മാനായി ഭവിച്ച ആ മാരീചൻ ഏവം ദർശനാത് അദർശനാത് രാഘവം അസ്യ ആശ്രമസ്യ സുദൂരമപാകർഷത. ദർശനാത് തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ടും അദർശനാത് മറച്ചുകൊണ്ടും, അങ്ങനെ മിന്നിയും മറഞ്ഞും ആ രഘുത്തമനെ രാഘവനെ അസ്യ ആശ്രമസ്യ സുദൂരം അപാകർഷത, ആ സീതയും ലക്ഷ്മണനും ഒക്കെ ഉള്ളതായിട്ടുള്ള ആശ്രമത്തിൽ നിന്ന് വളരെ ദൂരേക്ക് ആകർഷിച്ചു കൊണ്ടുപോയി എന്നർത്ഥം. അല്ലെങ്കിൽ ആശ്രമത്തിൽ നിന്ന് അകറ്റി. ആസീത് ക്രുദ്ധസ്തു കാകുൽസ്ഥോ വിവശസ്തേന മോഹിതഃ അധാവതസ്ഥേ സുശ്രാന്ത ഛായാമാശ്രിത്യ ശാദ്വലേ. അപ്പൊ ആ കകുൽസ്ഥ വംശത്തിൽ പിറന്നതായിട്ടുള്ള രാമൻ തേന മോഹിതഃ തു വിവശഃ ക്രുദ്ധഃ ആസീത്. ഈ മാനിനാൽ തന്നെ മോഹിപ്പിച്ച് ഇങ്ങനെ ദൂരേക്ക് കൊണ്ടുപോകുമ്പോ ഒരു എന്താ പറയുക വിവശത വന്നു. അപ്പൊ എന്താവും, അത് ദേഷ്യമായിട്ട് മാറും, അല്ലേ, ക്രോധമായിട്ട് മാറും. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചില്ലെങ്കിൽ എന്താവും, കാമാത് ക്രോധോഭിജായതേ, കാമം ക്രോധമായിട്ട് മാറും സാധിച്ചില്ലെങ്കിൽ. സാധിച്ചാലോ അത് ലോഭമായിട്ട് മാറും. എന്തായാലും രാമന് കോപം വന്നു എന്നർത്ഥം. ക്രുദ്ധഃ ആസീത് സുശ്രാന്തഃ ശാദ്വലേ ഛായാമാശ്രിത്യ അത അവതസ്തേ. കുറച്ചു കഴിയുമ്പോൾ രാമന്റെ കോപം ഒന്ന് തണുത്തു കഴിഞ്ഞാലോ രാമൻ വല്ല ശാദ്വലം എന്ന് പറഞ്ഞാൽ പുൽമേട്, ആ പുൽമേടില് എവിടെയെങ്കിലും നിഴല് വല്ല മരച്ചായൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ചോട്ടിൽ ചെന്ന് മിണ്ടാതെ കുറച്ചു നേരം കാത്തു നിൽക്കും. അവതസ്ഥയെന്ന് പറഞ്ഞാൽ അവസ്ഥാനം ചെയ്യും. ആ മാന അടുത്തേക്ക് വരുന്നുണ്ടോ നോക്കിക്കൊണ്ട് ജാഗ്രതയോടെ ഏതെങ്കിലും തണലത്ത് പോയി നിൽക്കും. സതം ഉന്മാദയാമാസ മൃഗരൂപോ നിശാചരഃ മൃഗൈഃ പരിവൃതോ വന്യൈഃ അദൂരാത് പ്രത്യദൃശ്യത. ആ നിശാചരനായിട്ടുള്ള മൃഗരൂപം ധരിച്ച ആ മാരീചൻ എന്ന രാക്ഷസൻ തം ഉന്മാദയാമാസ, ആ രാമനെ വല്ലാതെ പ്രലോഭിപ്പിച്ചും പരവശനാക്കിയും വെറിപിടിപ്പിച്ചു എന്നർത്ഥം. ദേഷ്യമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു. വന്യൈ മൃഗൈ പരിവൃത അദൂരാത് പ്രത്യദൃശ്യത. വനത്തിലുള്ള മറ്റ് മാനുകളുടെ ഇടയിൽ അധികം ദൂരെയല്ലാതെ രാമന്റെ മുമ്പിൽ ദർശനം കൊടുത്തു. ഞാനിവിടെയുണ്ട് എന്ന് ഇടയ്ക്ക് സൂചിപ്പിക്കും. കുറച്ച് നോക്കുമ്പോഴേക്കും കാണാതെയാവും. ഗൃഹീതു കാമം ദൃഷ്ട്വൈവ പുനരേവാഭ്യതാവത തൽക്ഷണാദേവ സന്ത്രാസാത് പുനരന്തർഹിതോ ഭവത്. ഗൃഹീതു കാമം ദൃഷ്ട്വാ ഏവ പുനഃ ഏവാഭ്യതാവത. അങ്ങനെ ഗൃഹീതു കാമം, അതിനെ പിടിക്കാൻ ആഗ്രഹിക്കുന്നവനായ രാമനെ കണ്ടിട്ട് വീണ്ടും തിരിഞ്ഞ് ഓടുക, പായുക എന്നർത്ഥം. തൽക്ഷണാദേവ സന്ത്രാസാത് പുനഃ അന്തർഹിത അഭവത്. തൽക്ഷണം തന്നെ ഭയപ്പെട്ടുകൊണ്ട് വീണ്ടും അന്തർധാനം മറഞ്ഞു നിൽക്കും മരങ്ങളുടെ ഇടയില്. പുനരേവ തതോ ദൂരാത് വൃക്ഷഷണ്ടാത് വിനിസൃതം ദൃഷ്ട്വാ രാമോ മഹാതേജാഃ തം ഹന്തും കൃതനിശ്ചയഃ. തതഃ മഹാതേജാ രാമഃ, ആ മഹാതേജസ്വിയായ രാമൻ പിന്നീട് തം പുനഃ ഏവ ദൂരാത് വൃക്ഷഷണ്ടാത് വിനിസൃതം ദൃഷ്ട്വാ, ആ മാനിനെ ദൂരത്ത് മരത്തിന്റെ മറവിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് കണ്ടിട്ട് ഹന്തും കൃതനിശ്ചയഃ, കൊല്ലുവാൻ തന്നെ തീരുമാനിച്ചു. ഇതിന് ജീവനോടെ കിട്ടുന്ന പ്രത്യാശയില്ല.
അതുകൊണ്ട് ഇനിയിപ്പോ ദൂരത്തുനിന്നെങ്കിൽ ദൂരത്തുനിന്ന് അസ്ത്രം കൊണ്ട് തന്നെ പണി കഴിക്കാമെന്ന് രാമൻ ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കാം, എന്താ ഈ മാനിന് പ്രാണനും കൊണ്ട് രക്ഷപ്പെട്ടു പോയിക്കൂടെ എന്ന്, എന്തിനാ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണത് അല്ലേ? പക്ഷെ അങ്ങനെ രക്ഷപ്പെട്ടു പോയാൽ രാവണന്റെ കാര്യം നടക്കുവോ? ഇല്ല. രാവണന്റെ കാര്യം നടന്നില്ലെങ്കിൽ രാവണൻ ചുമ്മാ ഇരിക്കുവോ? രാവണൻ പിന്നെ മാരീചനെ ചെന്ന് പിടിച്ചോളും, മാരീചന്റെ പണി കഴിച്ചോളും. അപ്പൊ മാരീചൻ അറിയാം താൻ വന്ന കാര്യം സാധിച്ചു കൊടുത്തേ പറ്റൂ ആ ദുഷ്ടനായിട്ടുള്ള രാവണന്. അവന് സീതയെ അപഹരിക്കാൻ വേണ്ടി രാമലക്ഷ്മണന്മാരെ അകറ്റുക എന്നുള്ള പണി താൻ എടുത്തില്ലെങ്കിൽ രാവണന്റെ കൈകൊണ്ട് മരണം ഉറപ്പാണ്. അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും രാമലക്ഷ്മണന്മാരെ അകറ്റുക എന്നുള്ളതാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ പ്രാണഭയമുണ്ട്. കുറെ അകറ്റിക്കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോകാമെന്നൊരു പ്രത്യാശ ഉള്ളിലുണ്ട്. എങ്ങനെയെങ്കിലും രാമലക്ഷ്മണന്മാരെ കുറെ അകറ്റിക്കഴിഞ്ഞാൽ അല്ലേ, ആ രാവണൻ വന്ന് സീതയെ കട്ടുകൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തനിക്ക് ഡ്യൂട്ടി ഇല്ലല്ലോ, താൻ റിലീവ്ഡായി വേഗം ഓടി രക്ഷപ്പെടാം. അതുവരേക്ക് താൻ രാമലക്ഷ്മണന്മാരെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കണം, അവരുടെ കണ്ണിന് മുമ്പിൽ ഉണ്ടാവണം. അവരുടെ കണ്ണിന് മുമ്പിൽ നിന്ന് കുറെ നേരത്തേക്ക് മറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും, ആശ്രമത്തിലേക്ക് തന്നെ രാമൻ തിരിച്ചു പോകും. അപ്പൊ താൻ വന്ന കാര്യം നടക്കില്ല, രാവണന്റെ കൈകൊണ്ട് തന്റെ പണി കഴിയും എന്തായാലും. അപ്പൊ ചെകുത്താന്റെയും കടലിന്റെയും ഇടയ്ക്ക് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ മാരീചൻ കിടന്ന് കളിക്കുന്നത് രാമനാകുന്ന കടലിന്റെ ഇടയ്ക്ക് അല്ലെ, രാവണനാകുന്ന ചെകുത്താന്റെയും ഇടയിലാണ്. കാര്യം സാധിക്കാതിരുന്നാൽ രാവണൻ കോപിച്ച് തന്നെ വധിക്കും. അപ്പൊ അതുകൊണ്ട് രക്ഷയില്ല പാവം മാരീചന്, ഇത് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ രാമനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴോ രാമന് ദേഷ്യം വന്നു. ഇനിയിപ്പോ എന്റെ പുറകെ ഓടാൻ വയ്യ എന്നായി കഴിഞ്ഞു. അതുകൊണ്ട് അസ്ത്രം കൊണ്ട് പണി കഴിക്കാൻ തീരുമാനിച്ചു. ഭൂയസ്തു ശരമുദ്രിത്യ കുപിതസ്തത്ര രാഘവഃ സൂര്യരശ്മി പ്രതീകാശം ജ്വലന്തം അരിമർദ്ദനം സന്ധായ സുദൃഢേ ചാപേ വികൃഷ്യ ബലവദ്ബലി തമേവ മൃഗമുദ്ദിശ്യ ജ്വലന്തമിവ പന്നകം മുമോച ജ്വലിതം ദീപ്തം അസ്ത്രം ബ്രഹ്മവിനിർമ്മിതം. പ്രയോഗിച്ചു കഴിഞ്ഞു, അസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞു എന്നറിയാം. അപ്പോ തത്ര ബലീ രാഘവഃ, ബലവാനായ ശക്തനായ രാമൻ, ഭൂയഃ തൂ കുപിതഃ, വീണ്ടും കോപിച്ചവനായി, സൂര്യരശ്മി പ്രതീകാശം ജ്വലന്തം അരിമർദ്ദനം ശരമുദ്രിത്യ, സൂര്യരശ്മിയെ പോലെ പ്രകാശിക്കുന്നതും ജ്വലിക്കുന്നതുമായിട്ടുള്ള ശത്രുവിനെ നശിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ശരത്തെ ഉയർത്തിയിട്ട് അഥവാ ആവനാഴിയിൽ നിന്ന് എടുത്തു പിടിച്ച് സുദൃഢേ ചാപേ സന്ധായ, ബലമേറിയതായിട്ട് തന്റെ വില്ലിലേക്ക് അത് ചേർത്ത് വെച്ച് ബലവത് വികൃഷ്യ, നല്ലപോലെ വലിച്ച് വികർഷണം ചെയ്ത് ആ ബ്രഹ്മവിനിർമ്മിതം ദീപ്തം ജ്വലന്തം പന്നകം ഇവ ജ്വലിതം അസ്ത്രം, ബ്രഹ്മാവിനാൽ നിർമ്മിതം അഥവാ ബ്രഹ്മാസ്ത്രം എന്നർത്ഥമാണ്. ബ്രഹ്മാസ്ത്ര മന്ത്രം കൊണ്ട് നിർമ്മിക്കപ്പെട്ടത്, ബ്രഹ്മാസ്ത്ര മന്ത്രം കൊണ്ട് ബ്രഹ്മാസ്ത്രമാക്കി തീർത്തതായിട്ടുള്ള ജ്വലിക്കുന്നതായിട്ടുള്ള ഒരു പാമ്പിനെ പോലെ, വായും പൊളിച്ച് വിഴുങ്ങാൻ ചെല്ലുന്ന പാമ്പിനെ പോലെ ശോഭിക്കുന്നതായിട്ടുള്ള അഗ്നിജ്വാല വായിൽ നിന്ന് കക്കുന്ന ഒരു പാമ്പിനെ പോലെയുള്ളതായിട്ടുള്ള ആ അസ്ത്രത്തെ തം മൃഗമേവ ഉദ്ദിശ്യ മുമോച, ആ മാരീചനാകുന്ന പൊന്മാനിനെ ഉദ്ദേശിച്ച് തന്നെ മോചിപ്പിച്ചു. ശരീരം മൃഗരൂപസ്യ വിനിർഭിദ്യ ശരോത്തമഃ മാരീചസ്യൈവ ഹൃദയം വിവേദ അശനി സന്നിഭഃ. അശനി സന്നിഭഃ ശരോത്തമഃ, അശനി എന്നാൽ ഇന്ദ്രന്റെ വജ്രായുധമെന്നും ഇടിമിന്നലെന്നും അർത്ഥം. എന്നാ ശനി, ഇത് അശനി. ശനി എന്ന് പറഞ്ഞാൽ എന്താ? പതുക്കെ പോകുന്നത്. അശനി എന്ന് പറഞ്ഞാലോ ലൈറ്റ്നിങ് എന്ന് തന്നെയാണ്. അപ്പൊ ലൈറ്റ്നിങ് പോലെയുള്ളതും അല്ലെങ്കിൽ ഇന്ദ്രന്റെ വജ്രായുധത്തെ തന്നെ അശനി എന്നും മിന്നലെന്നും ഒക്കെ പറയുന്നത്. അപ്പൊ അശനി സന്നിഭമായിട്ടുള്ള വജ്രായുധ തുല്യമായിട്ടുള്ള ആ രാമന്റെ ബാണം മൃഗരൂപസ്യ മാരീചസ്യ ശരീരം വിനിർഭിദ്യ, മൃഗരൂപ മാൻരൂപം ധരിച്ചതായിട്ടുള്ള മാരീചന്റെ ശരീരത്തെ പിളർന്നുകൊണ്ട് ഹൃദയം ഇവ വിഭേദ, ഹൃദയത്തെയും പിളർന്നു. ശരീരവും ഹൃദയവും പിളർന്നു എന്നാണ്. താലമാത്രമധോത്പ്ലുത്യ ന്യപതത് സശരാതുരഃ
വിനദൻ ഭൈരവം നാദം ധരണ്യാം അല്പജീവിതഃ. ശരാതുരഃ സഹാദ ഭൈരവം നാദം വിനദന് താലമാത്രം ഉത്പ്ലുത്യ അല്പജീവിതഃ ധരണ്യാം ന്യപതത്. അപ്പൊ ആ ശരമേറ്റ് ആതുരനായ പീഡിതനായിട്ടുള്ള ആ മാരീചൻ അത് ഭൈരവം നാദം വിനദൻ ഭയങ്കരമായ ശബ്ദത്തെ ഉണ്ടാക്കിക്കൊണ്ട് അലറിക്കൊണ്ട് എന്ന് പറയാം. താലമാത്രം ഉത്പ്ലുത്യ, ഒരു താലം എന്ന് പറഞ്ഞാൽ പനയുടെ മാത്ര എന്ന് പറഞ്ഞാൽ അളവ്. അപ്പൊ ഒരു പനയുടെ ഉയരത്തിലേക്ക് ഉൽപ്പതിച്ചിട്ട് കുതിച്ചു ചാടി പ്രാണവേദനയോടുകൂടി, എന്നിട്ടോ അല്പജീവിത ജീവൻ ഒടുങ്ങാനായിട്ട് ധരണ്യാം ന്യപതത് ഭൂമിയിൽ പതിച്ചു. മ്രിയമാണസ്തു മാരീചോ ജഹൗ താം കൃത്രിമാം തനും സ്മൃത്വാ തദ്വചനം രക്ഷോ ദധ്യൗ കേന തു ലക്ഷ്മണം ഇഹ പ്രസ്ഥാപയേത് സീതാ താം ശൂന്യേ രാവണോ ഹരേത്. അപ്പൊ ആ മാരീചഃ മ്രിയമാണഃ തു, മാരീചൻ മരിക്കാനായിട്ട് ആയിക്കഴിഞ്ഞു, അടുത്ത് മരിക്കും ഉറപ്പായി. അപ്പോഴോ താം കൃത്രിമാം തനും ജഹൗ, താൻ കൃത്രിമമായി എടുത്ത ശരീരത്തെ തനുവിനെ ഉപേക്ഷിച്ചു, മാനിന്റെ രൂപം ഉപേക്ഷിച്ചു, തന്റെ രാക്ഷസ രൂപമായി. രക്ഷഃ തദ്വചനം സ്മൃത്വാ, ആ രാക്ഷസനായ മാരീചൻ തദ്വചനം എന്ന് പറഞ്ഞാൽ രാവണസ്യ വചനം സ്മൃത്വ, രാവണന്റെ വാക്കുകളെ ഓർത്തുകൊണ്ട് കേന സീത ലക്ഷ്മണം ഇഹ പ്രസ്താവയേത്, എങ്ങനെയായാൽ സീത ലക്ഷ്മണനെ ഇവിടേക്ക് പറഞ്ഞയക്കും, ഈ രാമന്റെ അടുത്തേക്ക് ദൂരേക്ക് ലക്ഷ്മണനെ സീത പറഞ്ഞയക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് തു ശൂന്യം രാവണഃ താം ഹരേത്, അപ്പോഴല്ലേ അവിടെ ശൂന്യമാകുമ്പോൾ, ആരുമില്ലാതാകുമ്പോൾ വിജനത്തില് സീതയെ രാവണന് വന്ന് ഹരിക്കാൻ പറ്റുള്ളൂ എന്ന് ദദ്യൗ എന്ന് പറഞ്ഞാൽ ധ്യാനിച്ചു എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. എങ്ങനെ വേണം ലക്ഷ്മണനെ അവിടുന്ന് അകറ്റാൻ, രാവണൻ അവിടെ ഒഴിവാക്കി കൊടുക്കണം അല്ലെ, എന്നാലേ സീതയെ അപഹരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള ഉപായത്തെ കുറിച്ച് ചിന്തിച്ചു, ധ്യാനിച്ചു. സപ്രാപ്തകാലമാജ്ഞായ ചകാര ച തദസ്വരം സദൃശം രാഘവസ്യൈവ ഹാ സീതേ ലക്ഷ്മണേതി ച. സഹ പ്രാപ്തകാലം ആജ്ഞായ, അപ്പൊ അവൻ ഇത് തന്നെയാണ് അതിന്റെ സമയം, ഇനി അധികം തനിക്ക് ആയുസ്സില്ല, താൻ മരിച്ചു പോകും. അപ്പൊ അതിനു മുമ്പ് ആ കാര്യം സാധിക്കണമെന്ന് ചിന്തിച്ചുറച്ച് തതഃ ച രാഘവസ്യ സദൃശം ഇവ, രാമന്റെ സദൃശമായിരിക്കുന്ന ശബ്ദം, സ്വരം ചകാര, സ്വരത്തെ ചെയ്തു. എന്താ സ്വരം ഉണ്ടാക്കിയത്? ഹാ സീതേ ലക്ഷ്മണ, അയ്യോ സീതേ ലക്ഷ്മണ എന്ന് രാമന്റെ ശബ്ദത്തില് ഈ മാരീചൻ വിളിച്ചു എന്നാണ്. നിലവിളിച്ചു, കരഞ്ഞു. തേന മർമ്മണി നിർവിദ്ദഃ ശരേണാനുപമേന ച മൃഗരൂപം തു തത്യക്ത്വാ രാക്ഷസം രൂപമാത്മനഃ ചക്രേ സസു മഹാകായോ മാരീചോ ജീവിതം ത്യജന്. തേന അനുപമേന ശരേണ മർമ്മണി നിർവിദ്ദഃ, ആ ഉപമയില്ലാത്ത താരതമ്യമില്ലാത്ത രാമന്റെ ആ ശരം കൊണ്ട്, അസ്ത്രം കൊണ്ട് മർമ്മത്തിൽ ഭേദിക്കപ്പെട്ടവനായിട്ടുള്ള, പ്രഹരിക്കപ്പെട്ടവനായിട്ടുള്ള ആ സുമഹാകായ സമാരീചഃ, വലിയ ശരീരത്തോടു കൂടിയ മാരീച രാക്ഷസൻ ജീവിതം ത്യജന് തത് മൃഗരൂപം ത്യക്ത്വാ തു ആത്മനഃ രാക്ഷസം രൂപം ചക്രേ, തന്റെ പ്രാണനെ, ജീവനെ ത്യജിക്കുന്നവനായിട്ട് ആ കൃത്രിമമായ മൃഗരൂപത്തെ ഉപേക്ഷിച്ച് ആത്മനഃ തന്റേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള രാക്ഷസം രൂപം ചക്രേ, രാക്ഷസ രൂപത്തെ ചെയ്തു. തതോ വിചിത്രകേയൂരഃ സർവാഭരണഭൂഷിതഃ ഹേമമാലീ മഹാദംഷ്ട്രോ രാക്ഷസോഭൂത് ശരാഹതഃ. തതഃ ശരാഹതഃ, ആ ശരത്താൽ പ്രഹരിക്കപ്പെട്ടവനായിട്ടുള്ള, കൊല്ലപ്പെട്ടവനായിട്ടുള്ളവൻ വിചിത്രകേയൂരഃ സർവാഭരണഭൂഷിതഃ ഹേമമാലീ മഹാദംഷ്ട്രഃ രാക്ഷസഃ അഭൂത്, അവൻ രാക്ഷസ രൂപത്തെ സ്വീകരിച്ചു, അല്ലെങ്കിൽ കാണപ്പെട്ടു. എങ്ങനെയുള്ള രൂപം? വിചിത്രകേയൂരഃ, നല്ല ഭംഗിയുള്ളതായിട്ടുള്ള തോൾവളകൾ ധരിച്ചതായിട്ടും, സർവ ആഭരണഭൂഷിതഃ,
ഒരു മാരീചൻ മുമ്പ് ഏതെല്ലാം ആഭരണങ്ങളെ ധരിക്കുമോ ആ ആഭരണങ്ങളെല്ലാം ധരിച്ച് ഹേമമാലി സ്വർണമാല ധരിച്ചവനായിട്ട് മഹാദംഷ്ട്ര രാക്ഷസന്റേതായിട്ടുള്ള വലിയ ദംഷ്ട്രകൾ പല്ലുകളുണ്ട് അങ്ങനെയുള്ള രാക്ഷസനായി ഭവിച്ചു. തം ദൃഷ്ട്വാ പതിതം ഭൂമൗ രാക്ഷസം ഘോരദർശനം രാമോ രുതിരസിക്താംഗം വേഷ്ടമാനം മഹീതലേ ജഗാമ മനസാ സീതാം ലക്ഷ്മണസ്യ വചസ്മരൻ. അപ്പൊ രാമ ഘോരദർശനം രുതിരസിക്താംഗം മഹീതലേ വേഷ്ടമാനം തം രാക്ഷസം ഭൂമൗ പതിതം ദൃഷ്ട്വാ. രാമൻ ആ മാരീചനെ കാണുകയാണ്. എങ്ങനെ? ഘോരദർശനം, ഭയങ്കര രൂപത്തോടുകൂടി, രുതിരസിക്താംഗം, രുതിരം അഥവാ രക്തം കൊണ്ട്, രക്തത്തിൽ നനഞ്ഞ ആർദ്രമായ ദേഹത്തോടു കൂടിയവനും, മഹീതലേ വേഷ്ടമാനം, ഭൂമിയിൽ കിടന്ന് വേഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ചുറ്റുക, ഉരുളുക എന്നൊക്കെ അർത്ഥം. അങ്ങനെ ഭൂമിയിൽ കിടന്ന് ഉരുളുന്നവനും, ഭൂമൗ പതിതം ദൃഷ്ട്വാ, ഭൂമിയിൽ പതിച്ചു കിടക്കുന്നവനുമായ ആ മാരീചനെ കണ്ടിട്ട് ലക്ഷ്മണസ്യ വചഃ സ്മരൻ. ലക്ഷ്മണൻ ആദ്യം പറഞ്ഞ വാക്കുകളെ സ്മരിച്ചുകൊണ്ട് ലക്ഷ്മണൻ അപ്പോഴേ പറഞ്ഞു, മാരീചൻ തന്നെയാണ്, സംശയമില്ല എന്ന് അതിനെ ഓർത്തുകൊണ്ട് സീതാം മനസാ ജഗാമ, സീതാദേവിയെ മനസ്സുകൊണ്ട് ഗമിച്ചു എന്ന് പറഞ്ഞാലോ, അയ്യോ സീതയ്ക്ക് ആപത്തൊന്നും വരരുതേ എന്നുള്ളതായിട്ടുള്ള ചിന്ത അദ്ദേഹത്തെ മുഴുകിയെന്ന് താല്പര്യം. മാരീചസ്യൈഷമായൈഷ പൂർവോക്ത ലക്ഷ്മണേന തു തദ്ധാഹി അഭവച്ചാദ്യ മാരീചോയം മയാ ഹതഃ. ഏഷാ മാരീചസ്യ മായാ ഏവ, ഇത് മാരീചന്റെ മായ തന്നെയാണ്. ലക്ഷ്മണേന പൂർവോക്താതു, ലക്ഷ്മണനാൽ ഇത് നേരത്തെ തന്നെ പറയപ്പെട്ടതാണ്. അദ്യ തത് തഥാചാഭവത്, ഇപ്പോ അത് അതുപോലെ ഭവിച്ചു. ലക്ഷ്മണൻ എന്ത് പറഞ്ഞു അത് സത്യമായി തീർന്നു. മയാ ഹതഃ അയം മാരീചഃ ഹി, എന്നാൽ കൊല്ലപ്പെട്ട ഇത് മാരീചൻ തന്നെ എന്ന് രാമനും ഇപ്പോഴാണ് ഉറപ്പിച്ചത്. ആ സീതേ ലക്ഷ്മണേ ത്യേവം ആകൃഷ്യ ച മഹാസ്വനം മമാര രാക്ഷസസ്വയം ശ്രുത്വാ സീതാ കഥം ഭവേത്. സഹ രാക്ഷസഃ അയം, ഈ രാക്ഷസൻ ഇവിടെ കിടന്നുകൊണ്ട് മരണമാസന്നമായപ്പോൾ ആ സീതേ ലക്ഷ്മണ ഇതി മഹാസ്വനമാകൃഷ്യ മമാര, അല്ലയോ സീതേ ലക്ഷ്മണ എന്നിങ്ങനെ വലിയ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് മമാര എന്ന മരിച്ചു. അങ്ങനെ സീത ഏവം ശ്രുത്വാ കഥം ഭവേത്, ഇതിനെ ഇങ്ങനെ കേട്ടിട്ട് സീത എന്ത് ചെയ്യും, സീത എങ്ങനെ ചിന്തിക്കും എന്നൊക്കെ രാമൻ ചിന്തിക്കുകയാണ്. ലക്ഷ്മണശ്ച മഹാബാഹു കാം അവസ്ഥാം ഗമിഷ്യതി ഇതി സംചിന്യ ധർമാത്മാ രാമോ ഹൃഷ്ടതനൂരുഹഃ. മഹാബാഹു ലക്ഷ്മണഃ കാം അവസ്ഥാം ഗമിഷ്യതി, ആ വലിയ കൈകളുള്ള ശക്തനായ ലക്ഷ്മണൻ ഏതവസ്ഥയെ പ്രാപിക്കുമോ ആവോ. ഞാൻ മരിച്ചു എന്ന് വിചാരിക്കില്ലേ ഈ ശബ്ദം കേട്ടിട്ട്, അല്ലേ? രാമന്റെ ശബ്ദത്തിലാണ് ഹാ സീതേ ഹാ ലക്ഷ്മണ എന്ന് കരഞ്ഞത്. അപ്പൊ രാമന് മരണം സംഭവിച്ചു, രാക്ഷസന്മാരാരോ കൊന്നു. ഇങ്ങനെ കരുതുന്ന ആ ലക്ഷ്മണൻ പാവം എന്ത് കരുതും, എങ്ങനെ എടുക്കും ഇതിനെ? ഏതവസ്ഥയെ പ്രാപിക്കും? ലക്ഷ്മണനിപ്പോ വല്ല മോഹാത്സ്യപ്പെട്ടു വീഴുകയോ വല്ലതും ചെയ്യുമോ ആവോ. ധർമാത്മാ രാമഃ ഇതി സംചിന്യ ഹൃഷ്ടതനൂരുഹഃ, ആ ധർമ്മമൂർത്തിയായിട്ടുള്ള രാമൻ ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് അവിടെ സീതയും ലക്ഷ്മണനും എങ്ങനെ ഇതിനെ എടുക്കുന്നുണ്ടാവുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഭയം കൊണ്ടും മറ്റുമൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തില് രോമാഞ്ചം കാണപ്പെട്ടു. ഇത് സന്തോഷത്തിന്റെ രോമാഞ്ചമല്ല, ഇത് എന്താ പറയുക, വികാര തീവ്രത കൊണ്ടുള്ളതായിട്ടുള്ള രോമാഞ്ചം. തത്ര രാമം ഭയം തീവ്രം അവിവേശ വിഷാദജം രാക്ഷസം മൃഗരൂപം തം ഹത്വാ ശ്രുത്വാ ച തൽസ്വരം. തം മൃഗരൂപം രാക്ഷസം ഹത്വാ, ആ മാനിന്റെ രൂപം ധരിച്ചു വന്ന രാക്ഷസനെ കൊന്നിട്ട് തത്സ്വരം ച ശ്രുത്വാ,
അവന്റെ ആ ശബ്ദം രാമന്റെ ശബ്ദത്തിൽ കരഞ്ഞത് കേട്ടിട്ട് വിഷാദജം തീവ്രം ഭയം തത്ര രാമമാവിവേശ. ഈ ഒരു വിഷാദത്തിൽ നിന്ന് ജനിച്ചതുമായിട്ടുള്ള തീവ്രമായ ഭയം രാമനെ ആവേശിച്ചു. സീതയ്ക്ക് ആപത്ത് പറ്റും എന്നുള്ള ഒരു ചിന്ത വന്നു. നിഹത്യ പൃഷതം ചാന്യം മാംസമാദായ രാഘവഃ ത്വരമാണോ ജനസ്ഥാനം സസാരാഭിമുഖസ്തദാ. അപ്പൊ അന്യം പൃഷതം നിഹത്യ, മറ്റൊരു മാനിനെ വധിച്ചിട്ട് മാം സമാദായ രാഘവഃ, കീർത്തിയെ കൈക്കൊണ്ടവനായിട്ടുള്ള രാമൻ തഥാ ത്വരമാണഃ, വളരെ വേഗത്തിൽ ഉത്കണ്ഠയോടുകൂടി ജനസ്ഥാനം അഭിമുഖ സസാര, ജനസ്ഥാനത്തിലേക്ക് ആ പഞ്ചവടിയിലേക്ക് വേഗമായിട്ട് പാഞ്ഞു. അപ്പൊ മാൻതോലുമായിട്ട് ഒരു മാനിനെ കൊന്ന് ആ മാൻതോലുമായിട്ടാണ് രാമൻ തിരിച്ച് ചെല്ലുന്നത്. കാരണം ഇതിന്റെ മാൻതോല് കിട്ടിയില്ല. അതാ രാക്ഷസനായിരുന്നല്ലോ, അത് രാക്ഷസ രൂപമെടുത്തതോട് കൂടിയിട്ട് ആ പൊന്മാനിന്റെ രൂപമൊക്കെ പോയി. അതുകൊണ്ട് സീതയുടെ കൊതി മാറ്റാൻ മാൻതോല് കിട്ടിയതുമില്ല. അപ്പൊ എന്തായി, ഒരു പകരം ഒരു മാനിനെ കൊന്ന് അതിന്റെ തോലുമായിട്ട് രാമൻ തിരിച്ചു ചെല്ലുകയാണ്, വേഗം നടക്കുകയാണ്. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ആരണ്യകാണ്ഡേ ചതുശ്ചത്വാരിംശ സർഗഃ. 44-ാം സർഗം പൂർണ്ണം. അപ്പൊ ഇനി രാമൻ തിരിച്ചു ചെല്ലുകയാണ്. പക്ഷെ അവിടെ ആശ്രമത്തിൽ നടക്കുന്ന കാര്യം സീത ലക്ഷ്മണനെ പോകാനായിട്ട് നിർബന്ധിക്കുന്നതും ലക്ഷ്മണൻ അത് എതിർത്ത് പോകാൻ തയ്യാറില്ലാതിരിക്കുമ്പോൾ ലക്ഷ്മണനെ പല രീതിയിൽ നിന്ദിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള ഭാഗം കാണാം. അത് പഞ്ചചത്വാരിംശ സർഗഃ. ആർത്തസ്വരം തു തം ഭർത്തുഃ വിജ്ഞായ സദൃശം വനേ ഉവാച ലക്ഷ്മണം സീതാ ഗച്ഛ ജാനീഹി രാഘവം. വനേ സീതാ ഭർത്തുഃ സദൃശം തം ആർത്തസ്വരം തു വിജ്ഞായ. സീത ആശ്രമത്തിലേക്ക് കേട്ടു ഏത് സ്വരം? ഭർത്താവിന്റെ സദൃശമായിട്ടുള്ള സ്വരം. തന്റെ ഭർത്താവ് നിലവിളിച്ച് കരഞ്ഞതുപോലെ തന്നെ സീതയ്ക്ക് തോന്നി. അങ്ങനെ ലക്ഷ്മണം ഉവാച, ലക്ഷ്മണനോട് പറഞ്ഞു. എന്താ പറഞ്ഞ? രാഘവം ജാനീഹി, രാഘവനാണെന്ന് അറിഞ്ഞാലും രാഘവൻ കരയുന്നത് പോലെ കേൾക്കുന്നു. വേഗം പോകൂ, പോയി അറ്റൻഡ് ചെയ്യൂ. എന്താ പറ്റിയത് രാമന് എന്നറിയില്ല, വേഗം പോയി നോക്കൂ എന്ന് ആ സീത ലക്ഷ്മണനോട് പറയണ. നഹിമേ ഹൃദയം സ്ഥാനേ ജീവിതം വാവതിഷ്ഠതി ക്രോശതഃ പരമാർത്ഥസ്യ ശ്രുതശബ്ദോ മയാ വൃഷം. ക്രോശതഃ പരം ആർത്തസ്യ ശബ്ദഃ വൃഷം മയാ ശ്രുതഃ ഹി. ക്രോശം എന്ന് പറഞ്ഞാൽ നാഴിക, 2 നാഴിക. അപ്പൊ ഒരു 2 നാഴിക ദൂരത്ത് നിന്നായിട്ട് പരം ആർത്തസ്യ, നല്ലതുപോലെ ആർത്തനായി വിഷമിക്കുന്നവനായിട്ട് ഉള്ളതായിട്ടുള്ള ഒരു ശബ്ദം ഞാൻ വൃഷം മയാ ശ്രുത, നന്നായി ഞാൻ കേട്ടതാ. അതുകൊണ്ട് മേ ഹൃദയം ജീവിതം വാ സ്ഥാനേന അവതിഷ്ഠതി. എന്റെ ഹൃദയമോ എന്റെ ജീവനോ സ്ഥാനത്ത് നിൽക്കുന്നില്ല. ഞാൻ വല്ലാതെ എന്റെ ജീവൻ പോകും പോലെ, പ്രാണൻ പോകും പോലെ എനിക്ക് തോന്നുന്നു എന്ന് താല്പര്യം. ആക്രന്ദമാനം തുവനേ ഭ്രാതരം ത്രാതുമർഹസി തം ക്ഷിപ്രമഭിതാവത്വം ഭ്രാതരം ശരണൈഷിണം രക്ഷസാം വശമാപന്നം സിംഹാനാമിവ ഗോവൃഷം. അപ്പൊ ആക്രന്ദമാനം ഭ്രാതരം വനേ ത്രാതുമർഹസി. ആക്രന്ദമാനം എന്ന് പറഞ്ഞാൽ നിലവിളിക്കുന്നവനായിട്ട് സഹായം അഭ്യർത്ഥിക്കുന്ന ഭ്രാതരം, ആ സഹോദരനെ വനേ ത്രാതുമർഹസി, കാട്ടിൽ ചെന്ന് രക്ഷിക്കേണ്ടതാണ് നീ. സിംഹാനാം ഗോവൃഷം ഇവ രക്ഷസാം വശമാപന്നം, സിംഹങ്ങളുടെ കയ്യിൽ പെട്ടതായിട്ടുള്ള കാളയെ പോലെ രാമൻ രാക്ഷസന്മാരുടെ വശത്ത് പെട്ടിരിക്കുകയാണ്. ശരണൈഷിണം തം ഭ്രാതരം ത്വം ക്ഷിപ്രം അഭിതാവ, ശരണം ആഗ്രഹിക്കുന്നവനായിട്ടുള്ള ആ രാമന്റെ അടുത്തേക്ക് നീ വേഗം പാഞ്ഞു ചെല്ല് എന്ന്
ലക്ഷ്മണനോട് സീത പറയുകയാണ്, ന ജഗാമ തഥോക്തസ്തു ഭ്രാതുരാജ്ഞായ ശാസനം തമുവാച തതസ്തത്ര കുപിതാ ജനകാത്മജാ തദാ ഉക്തഃ തു ഭ്രാതുഃ ശാസനമാജ്ഞായ ന ജഗാമ. ഈ സീത ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മണൻ അത് കേട്ടിട്ടും ഭ്രാതുഹു ശാസനമാജ്ഞായ, തന്റെ സഹോദരൻ തന്നോട് ആജ്ഞാപിച്ചിരുന്നു, രാക്ഷസന്മാരുടെ മായയായിരിക്കും പലതും, അതുകൊണ്ട് നീ ഇവിടുന്ന് മാറരുത്, സീതയെ ചുറ്റിപ്പറ്റി ഇവിടെ ഉണ്ടാവണമെന്ന് ആജ്ഞാപിച്ചിരുന്നു. അത് ഓർത്തുകൊണ്ട് ന ജഗാമ, ഗമിച്ചില്ല, പോകാൻ കൂട്ടാക്കിയില്ല ആര്? ലക്ഷ്മണൻ. തതഃ തത്ര ജനകാത്മജ കുപിതാ. അപ്പോൾ ആ സീതാദേവി ലക്ഷ്മണനോട് കൂപിക്കുകയാണ്. എന്നിട്ട് തമ്മുവാച, ആ ലക്ഷ്മണനോട് പറയുകയാണ്, സൗമിത്രേ മിത്രരൂപേണ ഭ്രാതുസ്ത്വം അസി ശത്രുവത് യസ്ത്വാം അസ്യാം അവസ്ഥായാം ഭ്രാതരം നാഭിപൽസ്യസേ. ഹേ സൗമിത്രേ, ത്വം ഭ്രാതുഹു മിത്രരൂപേണ ശത്രുവത് അസി. അല്ലയോ സൗമിത്രേ, നീ മിത്രത്തിന്റെ രൂപത്തിൽ, ബന്ധുവിന്റെ രൂപത്തിൽ, വാസ്തവത്തിൽ നിന്റെ സഹോദരന്റെ ശത്രുവാണിപ്പോ. എന്തുകൊണ്ടാ? യഹത്വം അസ്യാം അവസ്ഥായാം ഭ്രാതരം നാഭിപൽസ്യസേ. ഈ ഒരു അവസ്ഥയില് നീ ആ ഭ്രാതാവിന്റെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുന്നില്ലല്ലോ. അദ്ദേഹം ആപത്തിൽപ്പെട്ടിരിക്കുമ്പോ രക്ഷിക്കാൻ പോകാത്ത നീ മിത്രവേഷത്തിലുള്ള ശത്രുവാണെന്നാണ് എന്റെ അഭിപ്രായം എന്ന് സീത ലക്ഷ്മണനെ നിന്ദിക്കാൻ തുടങ്ങി. ഇച്ഛസിത്വം വിനശ്യന്തം രാമം ലക്ഷ്മണ മകൃതേ ലോഭാൻ മമ കൃതേ നൂനം നാനുഗച്ഛസി രാഘവം. നല്ല കണക്കിന് ലക്ഷ്മണനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ലക്ഷ്മണ മൽകൃതേ രാമം വിനശ്യന്തം ത്വം ഇച്ഛസി. മൽകൃതേ എന്ന് പറഞ്ഞാൽ എന്നെ വേണ്ടിയിട്ട്, എന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. രാമൻ മരിച്ചാൽ നിനക്ക് എന്നെ സ്വന്തമാക്കാമെന്ന് കരുതിയിട്ട് രാമൻ നശിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു. മമ കൃതേ ലോഭാത് നൂനം രാഘവം നാനുഗച്ഛസി. ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള കൊതി കൊണ്ടാണ് നിശ്ചയമായിട്ടും നീ രാമന്റെ പുറകെ പോകാതിരിക്കുന്നത്, രാമനെ അനുഗമിക്കാതിരിക്കുന്നത്. വ്യസനം തേ പ്രിയം മന്യേ സ്നേഹോ ഭ്രാതരി നാസ്തി തേ തേന തിഷ്ഠസി വിശ്രബ്ദഃ തം അപശ്യൻ മഹാദ്യുതിം. വ്യസനം തേ പ്രിയം മന്യേ. ഇപ്പൊ രാമനുണ്ടായ ഈ വ്യസനം അഥവാ ഈ ആപത്ത് നിനക്ക് പ്രിയമാണെന്ന് തോന്നുന്നു, നീ ഇത് ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു. ഭ്രാതരി സ്നേഹ തേ നാസ്തി. സഹോദരനിൽ നിനക്ക് സ്നേഹമില്ല തന്നെ. തേന മഹാദ്യുതിം തം അപശ്യൻ വിശ്രബ്ദഃ തിഷ്ഠസി. അതുകൊണ്ടാണ് ആ മഹാപ്രഭാവശാലിയായ രാമനെ നീ ചിന്തിക്കാതെ അലക്ഷ്യമായിക്കൊണ്ട് കുലുക്കമില്ലാതെ ഇവിടെ നീ നിൽക്കുന്നത്. രാമൻ എന്ത് പറ്റി എന്ന് അന്വേഷിക്കാൻ പോകാത്തത്. കിം ഹി സംശയം ആപന്നേ തസ്മിന്നിഹ മയാ ഭവേത് കർത്തവ്യമിഹ തിഷ്ഠവ്യ യത് പ്രധാനസ്ത്വം ആഗതഃ. ത്വം യത് പ്രധാനഃ ആഗതഃ തസ്മിൻ ഹീഹ സംശയമാപന്നേ തിഷ്ഠന്ത്യാ മയാ ഇഹ കിം കർത്തവ്യം ഭവേത്. അപ്പൊ നീ രാമന്റെ കൂടെ വനത്തിലേക്ക് ഇറങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാണ്? രാമനെ ഉദ്ദേശിച്ചാണ് നീ പുറപ്പെട്ടിരിക്കുന്നത്, രാമന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ ആപത്തിൽപ്പെട്ടിരിക്കുമ്പോൾ ഞാനിവിടെ നിന്നിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു കേടുപാടുമില്ലാതെ നിൽക്കുന്നതായിട്ടുള്ള എന്നെ കൊണ്ട് ഇനിയിപ്പോ എന്ത് കാര്യമാണ്? അപ്പൊ നീ എന്നെ അല്ല രക്ഷിക്കേണ്ടത് താല്പര്യം, എന്റെ അടുത്തല്ല കാവൽ നിൽക്കേണ്ടത്. എന്നെ രക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. രാമൻ മരിച്ചിട്ട് പിന്നെ ഞാൻ എന്തിനാ? രാമൻ മരിച്ചാൽ ഞാനും ജീവിച്ചിരിക്കില്ല, അല്ലേ? അപ്പൊ പിന്നെ നീ എന്റെ അടുത്ത് കാവൽ നിന്നിട്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് നീ രാമനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കാട്ടിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ നീ ഇപ്പൊ തന്നെ രാമന്റെ അടുത്തേക്കാണ് പോകേണ്ടത്. എനിക്ക് എന്ത് സംഭവിച്ചാലും അത് രണ്ടാമതാണ്, അത് സാരമില്ല, അല്ലേ? രാമരക്ഷയല്ലേ നിന്റെ ദൗത്യം. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് സീത ലക്ഷ്മണനെ നിന്ദിക്കുകയാണ്. ഇതി ബ്രുവാണം വൈദേഹീം ബാഷ്പശോക പരിപ്ലുതാം അബ്രവേ ലക്ഷ്മണത്രസ്താം സീതാം മൃഗവധൂമിവ. ലക്ഷ്മണഃ മൃഗവധൂമിവ ത്രസ്താം ബാഷ്പശോക പരിപ്ലുതാം ഇതി ബ്രുവാണാം വൈദേഹീം സീതാം അബ്രവീത്.
ആ ലക്ഷ്മണൻ സൗമിത്രി മൃഗവധൂമിവ ത്രസ്ത. മൃഗവധു എന്ന് പറഞ്ഞാൽ മാൻപേട. മാൻപേട എങ്ങനെയാണോ പെട്ടെന്ന് പേടിക്കുക, അങ്ങനെ മാൻപേടയെ പോലെ പേടിച്ച് ചകിതയായി നിൽക്കുന്നവളും ബാഷ്പശോക പരിപ്ലുതാം, കണ്ണുനീർ വാർത്ത് ശോകത്തിൽ മുഴുകിയവളായിരിക്കുന്നതും ഇതി ഭ്രുവാണാം വൈദേഹീം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവളായ വിദേഹാത്മജയായ സീതയോട് സീതാമബ്രവീത്, സീതയോട് ലക്ഷ്മണൻ പറയുകയാണ്, പന്നകാസുര ഗന്ധർവ ദേവമാനുഷ രാക്ഷസൈ അശക്യസ്തവ വൈദേഹി ഭർത്താ ചേതും ന സംശയഃ. ഹേ വൈദേഹി, പന്നക അസുര ഗന്ധർവ ദേവ മാനുഷ രാക്ഷസൈഹി തവ ഭർത്താ ചേതും അശക്യഃ ന സംശയഃ. ഈ പറഞ്ഞ ആളുകളെ കൊണ്ടൊന്നും നിന്റെ ഭർത്താവിനെ ജയിക്കാൻ കഴിയില്ല. ആരൊക്കെ? പന്നകന്മാരെന്ന് പറയുന്ന ഉരകങ്ങൾ എന്നൊക്കെ പറയുന്ന വർഗം, ദേവവർഗത്തിലുള്ളവരാണ് അവര്. അതുപോലെ അസുരന്മാര്, ഗന്ധർവന്മാര്, ദേവന്മാര്, മാനുഷന്മാര്, രാക്ഷസന്മാര്, ഈ പറഞ്ഞ വർഗത്തിൽപ്പെട്ടവർക്ക് ആർക്കും നിന്റെ ഭർത്താവിനെ ജയിക്കാനായിക്കൊണ്ട് ജേതും അശക്യഃ, ജയിക്കാൻ സാധിക്കില്ല. എനിക്ക് രാമനെ അറിയാം, നല്ല ഉറപ്പുണ്ട്, രാമൻ ഒന്നും സംഭവിക്കില്ല. ന സംശയഃ, ഒരു സംശയവും വേണ്ട എന്ന് ലക്ഷ്മണൻ ഉറപ്പിച്ചു പറയണം. ദേവി ദേവമനുഷ്യേഷു ഗന്ധർവേഷു പദത്രിഷു രാക്ഷസേഷു പിശാചേഷു കിന്നരേഷു മൃഗേഷു ച ദാനവേഷു ച ഘോരേഷു ന സ വിദ്യേത ശോഭനേ യോ രാമം പ്രതിയുധ്യേത സമരേ വാസവോപമം. ഹേ ശോഭനേ ദേവി, പുണ്യവതിയായ ദേവി സീതേ, വാസവോപമം രാമം, ഇന്ദ്രതുല്യനായിട്ടുള്ള രാമനെ, സമരേ യഹ പ്രതിയുധ്യേത, യുദ്ധത്തിൽ ആരെ എതിരിട്ട് നിന്ന് യുദ്ധം ചെയ്യും, അങ്ങനെ സഹ, അങ്ങനെയുള്ളൊരുവൻ, ദേവ മനുഷ്യേഷു, ദേവന്മാരിലോ മനുഷ്യന്മാരിലോ, ഗന്ധർവേഷു പദത്രിഷു, ഗന്ധർവന്മാരിലും പക്ഷികളിലും, രാക്ഷസേഷു, രാക്ഷസന്മാരിലും, പിശാചേഷു, പിശാചുക്കളിലും, കിന്നരന്മാരിലും, മൃഗങ്ങളിലും, ഘോരന്മാരായ ദാനവന്മാരുടെ ഇടയിലും ന വിദ്യതേ. അപ്പോ ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽപ്പെട്ട ഒരു ജന്തുക്കൾക്കും രാമനെ എതിരിട്ട് യുദ്ധം ചെയ്യാനുള്ള ശക്തിയില്ല. അവദ്യഃ സമരേ രാമോ നൈവം ത്വം വക്തുമർഹസി നത്വാമസ്മിൻ വനേ ഹാതും ഉത്സഹേ രാഘവം വിനാ. സമരേ രാമഃ അവദ്യഃ, യുദ്ധത്തിൽ രാമൻ ആരാലും വധിക്കാൻ കഴിയാത്തവനാണ്. ത്വം ഏവം വക്തും ന അർഹസി, ഭവതി ഇങ്ങനെ പറയാൻ പാടുള്ളതല്ല. രാഘവം വിനാ ത്വാം അസ്മിൻ വനേ ഹാതും ന ഉത്സഹേ, രാമനെ കൂടാതെ ഈ വനത്തിൽ ഭവതിയെ ഞാൻ ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റയ്ക്ക് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയാൽ അമ്മയ്ക്ക് ആപത്ത് വരും. അതുകൊണ്ട് ഞാൻ ഉപേക്ഷിക്കാൻ താല്പര്യമില്ല. രാമന് ഒന്നും സംഭവിക്കില്ല. അനിവാര്യം ബലം തസ്യ ബലൈർ ബലവതാമപി ത്രിഭിർലോകൈ സമുദ്യുക്തൈഃ സേശ്വരൈരപി സാമരൈഃ. ബലവതാം ബലൈഃ അപി സമുദ്യുക്തൈ സാമരൈഃ സേശ്വരൈ ത്രിഭിഃ ലോകൈ അപി തസ്യ ബലം അനിവാര്യം. തസ്യ ബലം, രാമസ്യ ബലം, രാമന്റെ ശക്തി, അത് അനിവാര്യം, നിവാരണം ചെയ്യാൻ ആർക്കും സാധിക്കില്ല, തടയാൻ ആർക്കും സാധിക്കില്ല എന്നർത്ഥം. ആർക്ക്? ബലവാന്മാരിൽ ബലവാന്മാരായ, എല്ലാ യുദ്ധത്തിന് കോപ്പുകൂട്ടി പുറപ്പെടുന്നതായിട്ടുള്ള ദേവന്മാരടക്കം, ഈശ്വരന്മാരടക്കം, മൂന്ന് ലോകങ്ങളിലുമുള്ള ആളുകളാൽ ആരാലും തന്നെ ആ രാമന്റെ ശക്തിയെ തടയാൻ സാധ്യമല്ല. അതുകൊണ്ട് രാമന് ഒരാപത്തും സംഭവിക്കുകയില്ല. ഹൃദയം നിർവൃതം തേസ്തു സന്താപസ്ത്യജ്യതാം അയം ആഗമിഷ്യതി തേ ഭർത്താ ശീഘ്രം ഹത്വാ മൃഗോത്തമം. തേ ഹൃദയം നിർവൃതം അസ്തു, ദേവിയുടെ ഹൃദയം നിർവൃതമായിരിക്കട്ടെ. നിർവൃതം എന്ന് പറഞ്ഞാൽ സ്വസ്ഥം, അത് അസ്വസ്ഥമാവേണ്ടതില്ല, അജിറ്റേറ്റഡ് ആവണ്ട, ഭയപ്പെടണ്ട. അയം സന്താപഃ ത്യജ്യതാം, ദേവിയുടെ ഇപ്പോഴുള്ള ദുഃഖം, സന്താപത്തെ ഉപേക്ഷിച്ചാലും.
അപ്പം മനസ്സ് സ്വസ്ഥമായി ഭവിക്കട്ടെ, ഈ സന്താപം ഉപേക്ഷിക്കപ്പെടട്ടെ. അയം സന്താപഃ ത്യജ്യതാം തേ ഭർത്താ മൃഗോത്തമം ഹത്വാ ശീഘ്രം ആഗമിഷ്യതി. ഭവതിയുടെ ഭർത്താവ് ആ മാനിനെ കൊന്നിട്ട് വേഗം വരും, പേടിക്കണ്ട. നസ തസ്യ സ്വരോ വ്യക്തം മായയാ കേനചിത് കൃതഃ ഗന്ധർവനഗര പ്രഖ്യാ മായാ സാ തസ്യ രക്ഷസഃ. സഹ സ്വരഃ വ്യക്തം തസ്യ ന. ആ കേട്ടതായിട്ടുള്ള ശബ്ദം ഉറപ്പാണ്, അവന്റെ അല്ല, ആരുടെ? രാമന്റേതല്ല, ഉറപ്പാണെന്ന് സഹോദരനായ ലക്ഷ്മണൻ പറയണം. കേനചിത് മായയാ കൃതഃ, ആരോ ഒരുവനാൽ മായ കൊണ്ട് ചെയ്ത ശബ്ദമാണത്. രക്ഷസഃ തസ്യ സാ മായ ഗന്ധർവ നഗര പ്രഖ്യ, രാക്ഷസനായിട്ടുള്ള അവന്റെ മായ ഗന്ധർവ നഗരം പോലെയാണ്. ഗന്ധർവ നഗരം എന്ന് പറഞ്ഞാൽ വെറും തോന്നൽ എന്നർത്ഥമാണ്. ഇന്നലെ പറഞ്ഞില്ലേ എന്താ ഗന്ധർവ നഗരം? ആകാശത്ത് കാണുന്ന മേഘക്കൂട്ടങ്ങൾ കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള ഒരു നഗര പരിവേഷം. കൊട്ടാരങ്ങളും ആനകളും അല്ലെ കുതിരകളും തേരുകളും ഒക്കെ ഓടുന്നത് പോലെ മേഘങ്ങളെ കൊണ്ട് കാണാം. ഒരു നഗരം പോലെ തോന്നും. അതിനാണ് ഗന്ധർവ നഗരം എന്ന് പറയുന്നത്. ഇല്ലാത്തതാണ്, വെറും മേഘമേ ഉള്ളൂ അവിടെ. അതിനെയാണ് നമ്മൾ കുട്ടികൾ കളിക്കുമ്പോൾ അതിനെ നഗരമായിട്ടൊക്കെ ഉപമിക്കുക. അപ്പൊ അതുപോലെ ഇല്ലാത്ത മിഥ്യയായിട്ടുള്ള ഗന്ധർവ നഗരം പോലെ ഈ ശബ്ദം മിഥ്യയാണ്, രാമന്റേത് അല്ല, വഞ്ചനയാണ്, തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അതാണ് ന്യാസഭൂതാസി വൈദേഹി ന്യസ്താമയി മഹാത്മന രാമേണ ത്വം വരാരോഹേ നത്വാം തെത്തുമിഹോത്സഹേ. ഹേ വരാരോഹേ വൈദേഹി ത്വം മഹാത്മന രാമേണ മയി ന്യസ്ത ന്യാസഭൂത അസി. അല്ലയോ സുന്ദരിയായ വൈദേഹി, ത്വം നീ മഹാത്മാവായ രാമേണ രാമനാൽ മൈന്യസ്ത എന്നിൽ ന്യസിക്കപ്പെട്ടവളാണ്. ന്യസിക്കുക എന്ന് പറഞ്ഞാല് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നാണ്, ഏൽപ്പിക്കപ്പെടുക, സുരക്ഷിതമായി നോക്കാൻ സംരക്ഷിക്കാൻ വേണ്ടി എന്നിൽ സമർപ്പിക്കപ്പെട്ടതാണ്. ന്യാസഭൂതാസി, നീ ന്യസിക്കപ്പെട്ട മുതലാണ്, ഒരു ട്രഷറി, ഒരു നിധി എന്ന പോലെ. അപ്പോൾ നിന്നെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. ഇഹ ത്വാം തെക്തും ന ഉത്സഹേ, ഇപ്പോൾ ഇവിടെ ഞാൻ നിന്നെ ഉപേക്ഷിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല, എനിക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം രാമൻ ഏൽപ്പിച്ച പണി ചെയ്യേണ്ടവനാണ് ഞാൻ. രാമൻ നിന്നെ നോക്കാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. കൃതവൈരാശ്ച കല്യാണി വയമേതൈർ നിശാചരൈ ഗരസ്യ നിധനാദേവ ജനസ്ഥാനവദം പ്രതി. ഹേ കല്യാണി, അമ്മയുടെ നല്ല സ്വഭാവമല്ലേ, എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്നുള്ള രീതിയിൽ അനുനയിപ്പിക്കണം. വയം ജനസ്ഥാനവധം പ്രതി ഗരസ്യ നിധനാദേവ ഏതൈ നിശാചരൈ കൃതവൈര. നമ്മള് ഇപ്പോ കുറച്ചു മുമ്പേ ആ ഗരനെ വധിച്ചു. ഗരനും ഗരന്റെ ആൾക്കാരെയൊക്കെ വധിച്ചു, രാക്ഷസന്മാരെയൊക്കെ വധിച്ചു. അതുകൊണ്ട് ഈ ജനസ്ഥാനത്തിൽ ഉള്ളതായിട്ടുള്ള രാക്ഷസന്മാര്, നിശാചരന്മാര് നമ്മളോട് കൃതവൈരന്മാരാണ്, ശത്രുതയുള്ളവരാണ്. അവര് ഏതെങ്കിലും രീതിയിൽ നമ്മളെ വഞ്ചിക്കാൻ തക്കം നോക്കും. അതുകൊണ്ട് രാക്ഷസന്മാരുടെ മായയാണിത്, അതിലൊന്നും ഭ്രമിക്കരുത്, ഭയപ്പെടേണ്ടതില്ല. രാക്ഷസാ വിവിധാവാചോ വിസൃജന്തി മഹാവനെ ഹിംസാ വിഹാരാ വൈദേഹി ന ചിന്തയിതുമർഹസി. ഹേ വൈദേഹി, രാക്ഷസാഹ ഹിംസാ വിഹാരാഹ, രാക്ഷസന്മാര് ഹിംസയിൽ വിഹരിക്കുന്നവരാണ്, ദുഷ്ടത്തരം ആണ് അവരുടെ സ്വഭാവം. അങ്ങനെയുള്ള ഒരു മഹാവനെ വിവിധാഹ വാചഹ വിസൃജന്തി, ഈ വനത്തിൽ അവർ പലതര ശബ്ദങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ചിന്തയിതും അർഹസി, അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല, അവരുടെ ശബ്ദം കേട്ട് ഭ്രമിക്കേണ്ടതില്ല. ലക്ഷ്മണേനൈവ മുക്താസ ക്രുദ്ധാ സംരക്തലോചന അബ്രവീത് പരുഷം വാക്യം ലക്ഷ്മണം സത്യവാദിനം. സാ ലക്ഷ്മണേന ഏവ മുക്ത ക്രുദ്ധ. ആ സീത ലക്ഷ്മണനാൽ ഇപ്രകാരം പറയപ്പെട്ടത് കേട്ടിട്ട് ക്രോധമുള്ളവളായി ഭവിച്ചു. സംരക്തലോചന, കണ്ണുകൾ ചുവന്നവളായി ഭവിച്ചു ദേഷ്യം കൊണ്ട്. സത്യവാദിനം ലക്ഷ്മണം പരുഷം വാക്യം അബ്രവീത്, സത്യം മാത്രം പറയുന്നവനായിട്ടുള്ള ആ ലക്ഷ്മണനോട് അതികഠിനമായ പരുഷമായ വാക്കുകളെ പറയുന്നു. അനാര്യ കൃപണാരംഭ
നൃശംസ കുലപാംസന അഹം തവ പ്രിയം മന്യേ രാമസ്യ വ്യസനം മഹത്. ലക്ഷ്മണനെ വിളിക്കുന്ന ചീത്ത പേരുകളാണ്. എന്തൊക്കെയാണ്? അനാര്യ. അനാര്യൻ എന്ന് പറഞ്ഞാൽ അല്പമായിട്ടുള്ള ബുദ്ധിയോടുകൂടിയവൻ, നീചകൃത്യങ്ങൾ ചെയ്യുന്നവൻ എന്നൊക്കെ അർത്ഥമാണ്. ആര്യൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നർത്ഥം. സംസ്കൃത ഭാഷയിൽ ആര്യ ശബ്ദത്തിന് ശ്രേഷ്ഠൻ എന്നൊറ്റ അർത്ഥേ ഉള്ളൂ. അല്ലാതെ ആര്യൻ, ദ്രാവിഡൻ എന്നൊക്കെ നാട്ടുകാര് മറ്റേ വിദേശികൾ ഉണ്ടാക്കിയ അർത്ഥങ്ങളാണ്. പുറത്തുനിന്ന് വന്നവരാണ് ആര്യന്മാര്. ഇവിടെയുള്ള തനത് ദേശക്കാര് ദ്രാവിഡന്മാര്. നമ്മുടെ തെക്കേ ഇന്ത്യയില് സൗത്ത് ഇന്ത്യക്കാരൊക്കെ ദ്രാവിഡന്മാര്, നോർത്ത് ഇന്ത്യക്കാരൊക്കെ ആര്യന്മാര്. ആരാ പറഞ്ഞത്? സൗത്ത് ഇന്ത്യക്കാരായിട്ടുള്ള എത്രയോ ആളുകളെ ആര്യ 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 എന്ന് വിളിക്കുന്നത് ഇതിൽ കാണിച്ചു തരാം. അപ്പൊ ആര്യ ശബ്ദത്തിന് സംസ്കൃത ഭാഷയിൽ ഒറ്റ അർത്ഥേ ഉള്ളൂ, ശ്രേഷ്ഠൻ എന്ന്, ഉത്തമൻ എന്ന അർത്ഥത്തിലാണ്. അപ്പോ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യുന്നവരെയാണ് ആര്യന്മാരെന്ന് പറയുന്നത്. നീചകർമ്മങ്ങൾ ചെയ്യുന്നവരുടെ അനാര്യന്മാർ. അപ്പൊ ഹേ അനാര്യ, നീചകർമ്മം ചെയ്യുന്നവനെ കൃപണാരംഭ. കൃപണം എന്ന് പറഞ്ഞാൽ നീചം അല്ലെങ്കിൽ സിമ്പതി അർഹിക്കുന്ന പ്രവൃത്തികൾ. അങ്ങനെയുള്ള നീചകൃത്യം ചെയ്യാൻ തുനിയുന്നവനെ നൃശംസ, ക്രൂരഹൃദയ, കുലപാംസന, ഈ കുലത്തെ നശിപ്പിക്കാനായി ദൂഷിപ്പിക്കാനായി വന്നവനെ രാമസ്യ മഹദ്വ്യസനം തവ പ്രിയം ഇതി അഹം മന്യേ. രാമനുണ്ടായിട്ടുള്ള ഈ മഹത്തായ ദുഃഖം, ഈ സങ്കടാവസ്ഥ നിനക്കിഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നീ നന്നായി എന്ന് കരുതുകയാണല്ലേ രാമന്റെ നാശത്തെ എന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ സീത കടന്ന് ലക്ഷ്മണൻ മനസാ വാചാ കർമ്മണ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ലക്ഷ്മണനെ നോക്കി സീത ചീത്ത വിളിക്കുന്നത് അല്ലേ. ആ ലക്ഷ്മണൻ ശരിക്കും സുമിത്രാദേവി ഉപദേശിച്ച പോലെ അല്ലെ, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവിം വിദ്ധി ഗച്ഛതാത യഥാസുഖം എന്ന് അമ്മയായ സുമിത്ര എങ്ങനെ ഉപദേശിച്ചുവോ അതുപോലെ സീതാദേവിയെ അമ്മയായി മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ സീതാദേവിയുടെ മുഖത്ത് പോലും ലക്ഷ്മണൻ നോക്കാറില്ല, പാദങ്ങളെ നോക്കാറുള്ളൂ എന്നുള്ളതാണ്. എന്നും പാദ നമസ്കാരം ചെയ്യും. അച്ഛനെയും അമ്മയും നമസ്കരിക്കുന്നത് പോലെ രാമനെയും സീതയെയും. അതുകൊണ്ട് സീതയുടെ പാദം മാത്രമേ ലക്ഷ്മണൻ കണ്ടിട്ടുള്ളൂ. അതെവിടെയാ പറയുന്നത്? അത് രാവണൻ സീതയെ കട്ടുകൊണ്ടുപോകുമ്പോ ആ രഥത്തിൽ വെച്ച് സീത തന്റെ ആഭരണങ്ങളൊക്കെ അഴിച്ച് തന്റെ ചേലയുടെ തുമ്പിൽ കെട്ടിയിട്ട് കിഷ്കിന്ധയില് സുഗ്രീവനും മറ്റുമൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോ അവരുടെ അടുത്തേക്ക് ഇട്ടുകൊടുക്കും ആകാശത്തുനിന്ന്. ഇവര് ഇത് കിട്ടിയിട്ട് രാമന് അടയാളമായി കൊടുക്കട്ടെ, ഈ വഴിക്കാണ് പോയിരിക്കണത് എന്ന് മനസ്സിലാക്കാനെന്ന് വെച്ചിട്ട്. അങ്ങനെ അത് സുഗ്രീവന്റെ കയ്യിൽ കിട്ടി. രാമൻ അവിടെ എത്തിയപ്പോ, കിഷ്കിന്ധയിൽ എത്തിയപ്പോ സുഗ്രീവൻ ആ പൊതി അഴിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അങ്ങനെ ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മുകളിൽ കൂടെ ഒരു രാക്ഷസൻ ഒരു പെണ്ണിനെ, ഒരു സ്ത്രീയെ കട്ടുകൊണ്ടുപോകുമ്പോ ആ സ്ത്രീ വലിച്ചെറിഞ്ഞതാണിത്. അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നോക്കിയപ്പോ അത് മുഴുവൻ സീതയുടെ ആഭരണങ്ങളാണ്. അത് കണ്ട് രാമന് കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ട് ഇത് കാണാൻ പറ്റുന്നില്ല, സങ്കടം കൊണ്ട്. എന്നിട്ട് ലക്ഷ്മണനോട് പറയണ്ടേ, ലക്ഷ്മണ നീ തന്നെ ഒന്ന് നല്ലോണം നോക്കിപ്പറ, ഇത് ആരുടേതാണെന്ന്, സീതയുടെ തന്നെയാണോ എന്ന് നോക്കിപ്പറ എന്ന് പറയുമ്പോ ലക്ഷ്മണൻ പറയുന്നുണ്ട്, ഇതില് ഈ ആഭരണങ്ങളൊന്നും എനിക്ക് അറിയില്ല, എനിക്കാകെ ഈ കാലിലെ പാദസരം മാത്രം അറിയാം, നൂപുരങ്ങൾ മാത്രം എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെ? ഞാൻ ദിവസവും പാദ നമസ്കാരം ചെയ്യുന്നത് കൊണ്ട്, എന്നും പാദ നമസ്കാരം ചെയ്യുന്നതുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഈ അമ്മയുടെ നൂപുരങ്ങൾ മാത്രമാണ്. ഇത് സീതയുടെ തന്നെയാണെന്ന്, ഇടത്തി അമ്മയുടെ തന്നെയാണെന്ന് എനിക്ക് അറിയാം. മറ്റതൊന്നും എനിക്ക് ഉറപ്പില്ല, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞ ആ ലക്ഷ്മണനെയാണ് ഇപ്പൊ ഈ സീത എങ്ങനെയൊക്കെ ചീത്ത വിളിക്കുന്നത്. ഇതിന്റെ ഫലമാണ് സീത അനുഭവിക്കുന്നത്. ആരെന്ത് കർമ്മം ചെയ്താലും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും, അല്ലേ? സീതയ്ക്ക് ഉണ്ടായില്ലേ ചീത്തപ്പേര്? അല്ലെ, അതുകൊണ്ടല്ലേ സീതയെ ശ്രീരാമന് കാട്ടിൽ അല്ലേ വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് കൊണ്ടാക്കേണ്ടി വന്നത്. അപ്പോ താൻ ചെയ്തത്
തിരിച്ച് അടിക്കുകയാണ്. എത്ര എത്ര ക്രൂരമായിട്ടാണ് മകന്റെ സ്ഥാനത്തുള്ളതായിട്ടുള്ള ലക്ഷ്മണനെ സീത നിന്ദിക്കുന്നത്. ഇതിന്റെ ഫലം മാത്രമാണ് സീത അനുഭവിച്ചത്. അപ്പൊ നമ്മൾ ആരാണെങ്കിലും കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ആരെ നമ്മൾ നിന്ദിച്ചോ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ ഫലം എവിടെയെങ്കിലും കിട്ടിയിരിക്കും. മറ്റുള്ളവരെ നമ്മൾ അനാവശ്യമായിട്ട് അവരർഹിക്കാത്തതായിട്ടുള്ള ദൂഷണം പറയാൻ പാടുള്ളതല്ല. നമുക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ അറിഞ്ഞ കാര്യങ്ങൾ പറയേണ്ടിടത്ത് മാത്രമേ പറയാവൂ, അല്ലേ? എവിടെയെങ്കിലും ആരെങ്കിലും വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് ചിലയിടത്ത് ചില സത്യങ്ങൾ പറയേണ്ടി വരും. നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരായിട്ടുള്ളവരെ ഈ പറഞ്ഞ ആളുകൾ കള്ളന്മാര് വഞ്ചിക്കുകയാണെങ്കിൽ അവർ കള്ളന്മാരാണെന്ന് നമുക്ക് നല്ലപോലെ അറിയുമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. അത് അല്ലെങ്കിൽ ഒരു വഞ്ചനയിൽ പെടും. അപ്പോ അല്ലാതെ നമുക്ക് കൃത്യമായിട്ട് അറിവില്ലാത്ത ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള പരദൂഷണം കേട്ട് അതിനെ തന്നെ നമ്മളും ഏറ്റുപാടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. നമ്മൾക്കും അതിനേക്കാൾ വലിയ ചീത്തപ്പേരുകളൊക്കെ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് പരദൂഷണം പറയുന്നത് ഒഴിവാക്കാനായിട്ട് എല്ലാവരും നിശ്ചയിക്കണം. എന്നാ ഈ ലോകം എത്ര നന്നായില്ലേ? ഈ ഇന്നത്തെ നമ്മുടെ മാധ്യമങ്ങളാണ് ഏറ്റവും അധികം പരദൂഷണം പറയുന്നവർ. അതിപ്പോ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയും എന്തെല്ലാമാണ് നടക്കുന്നത്. അവസാനം അവർക്ക് അത് തിരിച്ച് കിട്ടുമെന്നർത്ഥം. സത്യസന്ധമായത് മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. പറയേണ്ടിടത്തേ പറയേണ്ടതുള്ളൂ. ആവശ്യമില്ലാതെ എല്ലായിടത്തും വിളിച്ചു പോവേണ്ട കാര്യവും ഇല്ല. അപ്പൊ ഇവിടെ ആ ലക്ഷ്മണനെ നിന്ദിച്ചതിന്റെ ഇത്രയും ക്രൂരമായിട്ട് ഇത്രയും മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് സീത പറഞ്ഞതിന്റെ ഫലമാണ് സീത കുറെ കാലം രാവണന്റെ അവിടെ ബന്ധനസ്ഥയായി ഇരിക്കേണ്ടി വന്നതും അവിടെയുള്ള രാക്ഷസികളുടെ വായിലുള്ള ചീത്തയൊക്കെ കേൾക്കേണ്ടി വന്നതും അവിടെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നതും അത് കഴിഞ്ഞ് രാവണവധം കഴിഞ്ഞ് വീണ്ടെടുത്ത സീതയെ രാമൻ തന്നെ ആദ്യം ചീത്ത വിളിക്കുന്നുണ്ട്. എന്നിട്ട് അഗ്നിയിൽ ചാടി താൻ പരിശുദ്ധയാണ്, പതിവ്രതയാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ തെളിയിക്കാനായിട്ട് രാമൻ തന്നെ സീതയോട് ആജ്ഞാപിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ അത് സീതയെ രാമൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല. സീതയെ രാമൻ അറിയുന്നത് മാതിരി ആരും അറിഞ്ഞിട്ടില്ല. സീതയും രാമനും തമ്മിലുള്ളതായിട്ടുള്ള സ്നേഹവും ബന്ധവും ആത്മാർത്ഥതയും സത്യസന്ധതയും ആ ഏകപത്നി വ്രത നിഷ്ഠയോടുകൂടിയവനായ രാമന്റെ മനസ്സ് എന്താണെന്ന് സീതയ്ക്കും അറിയാം. പതിവ്രതയായ സീതയെക്കുറിച്ച് രാമനും അറിയാം. അവർക്ക് രണ്ടുപേർക്കും പരസ്പര അവിശ്വാസമൊന്നുമില്ല. പിന്നെന്തിനാ രാമൻ സീതയെ ആ രാവണവധം കഴിഞ്ഞ് തിരിച്ചെടുക്കുന്നതിന് മുമ്പ് കുറെ ചീത്ത വിളിക്കുന്നത്? അത് രാമന്റെ ഒരു നയമാണ്. എന്താ നയം? വേറെ ആരും വിളിക്കാതിരിക്കാൻ. രാമൻ അവിടെ സീതയെ ചീത്ത വിളിക്കുമ്പോ കേൾക്കുന്നവർക്കൊക്കെ സീതയുടെ നേരെ സിമ്പതിയാണ് ഉണ്ടാവുക. അയ്യോ പാവം, നോക്കൂ, ഇത്ര കാലം തപസ്സിരിക്കും പോലെ പതിവ്രതയായിട്ടുള്ള ആ സീതയ്ക്ക് വേണമെങ്കിൽ രാവണനെ ഭർത്താവായി സ്വീകരിച്ചാൽ മതിയായിരുന്നില്ലേ? എത്രയോ ശക്തനായിട്ടുള്ള രാവണൻ എത്ര പ്രലോഭിപ്പിച്ചിട്ടും സീത വഴങ്ങിക്കൊടുത്തോ? ഇല്ലല്ലോ. പതിവ്രതയായി തപസ്സായിട്ടിരിക്കുകയായിരുന്നില്ലേ? അങ്ങനെയുള്ള സീതയെ ഈ രാമൻ ഇങ്ങനെ കുറ്റം പറയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് സീതയുടെ നേരെ സിമ്പതിയും രാമന്റെ നേരെ ഒരു വല്ലാത്ത എന്താ പറയാ വിഷമവും തോന്നും. രാമൻ ചെയ്തത് ശരിയായില്ല എന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ടാവും. അത് രാമന് വിഷമമില്ല. തന്നെ ആളുകൾ എന്ത് വേണമെങ്കിൽ ധരിച്ചോട്ടെ, സീതയെ കുറിച്ച് ആരും നെഗറ്റീവായിട്ട് ചിന്തിക്കാനേ പാടില്ല എന്ന് കരുതിയിട്ടാണ് രാമൻ ആദ്യമേ കയറി പറയുന്നത്. എങ്ങനെയെന്ന് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. നിങ്ങളുടെ ഒരു കുട്ടി അടുത്ത വീട്ടിൽ ചെന്നിട്ട് ഇത്തിരി വികൃതി കാണിച്ചു, എന്തെങ്കിലും അവിടുത്തേക്ക് മുതൽ നശിപ്പിക്കുക എന്തെങ്കിലും ചെയ്തു. അവിടെ ആ വീട്ടുകാരെ അവനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നിൽക്കുമ്പോഴേക്കും നിങ്ങൾ അറിഞ്ഞ് ഓടിച്ചെന്ന് കൈപ്പിടിച്ചു വന്നിട്ട് നല്ല ചീത്തയും പറഞ്ഞ് വേണമെങ്കിൽ ഒരു പഴയും കൂടി കൊടുത്താൽ ആ വീട്ടുകാർക്ക് എന്ത് തോന്നും? അയ്യോ പാവം,
നമ്മൾ കാരണമായിട്ട് ആ കുട്ടിക്ക് വെറുതെ ചീത്തയും അടിയും കൊള്ളുന്നു തോന്നുമോ? അപ്പൊ ഒരു തരത്തിൽ രക്ഷിക്കുകയല്ലേ അമ്മമാര് ചെയ്യുക കുട്ടികളെ. മറ്റൊരാള് നാട്ടുകാർ കൈവയ്ക്കാതിരിക്കാൻ വേണ്ടി അമ്മമാര് ഒരു അടി കൊടുക്കുന്നത് കുട്ടിയെ രക്ഷിക്കലാണ് വാസ്തവത്തില്. അല്ലെങ്കിൽ ആ കുട്ടിയെ ആ വീട്ടുകാരും നാട്ടുകാരും കൂടി കൈവയ്ക്കും. അപ്പൊ മര്യാദയ്ക്ക് അമ്മമാര് വളർത്തിയാൽ നാട്ടുകാര് കൈവയ്ക്കാതെ നോക്കാം. അപ്പൊ അതിനുവേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് തന്നെ കുട്ടിയെ ശാസിക്കും. അങ്ങനെ വേണം. അതല്ലെങ്കിൽ അവരുടെ ഉള്ളില് ദേഷ്യം ഉണ്ടാവും ആ കുട്ടിയുടെ നേരെ. അവർക്ക് എന്ത് തന്നെ കോംപ്രമൈസ് പറഞ്ഞാലും അവർക്ക് സമാധാനാവില്ല. അവരുടെ മുമ്പിൽ വെച്ച് ഈ കുട്ടിക്ക് ശിക്ഷ കൊടുക്കുന്നത് കണ്ടാൽ അവർക്ക് സമാധാനമെന്ന് മാത്രമല്ല കുട്ടിയോട് സിമ്പതിയും ഉണ്ടാകും. ഇത് നമ്മുടെ പഴയ അമ്മമാർക്കൊക്കെ നല്ലോണം അറിയാം. ഇന്നത്തെ അമ്മമാർക്ക് ഒന്നും അറിയില്ല. അതുകൊണ്ട് അവര് കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അടുത്ത വീട്ടുകാരോട് ചണ്ടയ്ക്ക് പോവും. അപ്പൊ എന്തായി? അമ്മയും കുട്ടിയും അവരുടെ ശത്രുവായി. എത്രയേ ഉള്ളൂ. ഇനി ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കണ്ട, പോകണ്ട, അല്ലേ? ചാൻസ് കിട്ടി അവര് പൂശും ചെയ്യും. അപ്പൊ ഇത് നയങ്ങളാണ് ഇതെല്ലാം. ഇതുപോലെയാണ് രാമൻ സീതയെ രക്ഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവിടെ വെച്ച് ചീത്ത പറഞ്ഞ് അഗ്നിയിൽ ചാടാനായിട്ട് നിർബന്ധിക്കും പോലെ പറഞ്ഞത്. അപ്പൊ സീതയ്ക്കോ നല്ല ഉറപ്പുണ്ട് താൻ പതിവ്രതയാണെന്ന്. അതുകൊണ്ട് അഗ്നിയിൽ ചാടിയാൽ തന്നെ അഗ്നി സ്പർശിക്കില്ല എന്നുള്ള നല്ല ധൈര്യമുണ്ട് പതിവ്രതയായതുകൊണ്ട്. അതുകൊണ്ട് സീത അഗ്നിയിൽ ചാടി. ആ അഗ്നിദേവൻ തന്നെ സീതയെ തിരിച്ചു കൊണ്ടുവന്ന് രാമനെ ഏൽപ്പിക്കുമ്പോ പറയുന്നുണ്ട്, ഇത്രയും പതിവ്രതയായിട്ടുള്ള മറ്റൊരു സ്ത്രീ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവളെ എനിക്കൊന്ന് തൊടാൻ പോലും സാധിച്ചിട്ടില്ല. എന്റെ ഉഷ്ണം അവളെ സ്പർശിച്ചിട്ടേയില്ല. ഞാൻ ശീതസ്പർശനായിരുന്നു. ഇവൾ അത്രയും പതിവ്രതയാണ് എന്ന് ISO സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ആര്? അഗ്നിദേവൻ. പബ്ലിക്കായിട്ട് എത്രയോ ആളുകള്, ദേവന്മാരും വാനരന്മാര്, രാക്ഷസന്മാര്, ഋഷിമുനിമാര്, ത്രിമൂർത്തികളടക്കം വന്ന് നിൽക്കുന്ന വേദിയാണ് അവിടെ ലങ്കയില്. അങ്ങനെ എല്ലാരും നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള അവിടെ വെച്ചിട്ടാണ് അഗ്നിദേവൻ സീതയെ തിരിച്ചേൽപ്പിക്കുന്നത് ISO സർട്ടിഫിക്കറ്റോടുകൂടി. എന്ന് വെച്ചാൽ ദ മോസ്റ്റ് പ്യുറസ്റ്റ് ലേഡി ഇൻ ദിസ് വേൾഡ് എന്നും ഇവിടെ പോലെ പരിശുദ്ധയായിട്ടുള്ള. അപ്പോ രാമന് വേണ്ടിയിട്ടല്ല ആ പ്യൂരിഫിക്കേഷൻ, നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാ, എല്ലാവരുടെയും വായടയ്ക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ എന്നിട്ടും അയോധ്യാവാസികള് അത് കണ്ടിരുന്നില്ല, അല്ലേ? അവരവിടെ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് അവർക്കത് വിശ്വാസവും ഇല്ല. എല്ലാവർക്കും അല്ല, അല്ലേ? അവിടെ എന്താ ഉണ്ടായത്? അയോധ്യയില് ഒരു അലക്കുകാരന്റെ ഭാര്യ സീതയെ കുറിച്ച് അപവാദം പറഞ്ഞു. കമന്റായിട്ട് പറഞ്ഞതാണ്. എന്താ? ആ അലക്കുകാരന്റെ ഭാര്യ സന്ധ്യയ്ക്ക് ഒരുപാട് വൈകിട്ട് എവിടെയോ പോയിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പൊ ഭർത്താവ് അവളെ ശാസിച്ചു. എന്താ ഇങ്ങനെ തോന്നിയതുപോലെ രാത്രി നേരത്തൊക്കെ ഇറങ്ങി നടക്കണത് എന്ന്. അന്ന് കാലത്തെ നിയമപ്രകാരം സ്ത്രീകള്, അല്ലെ, അന്ന് ഇതുപോലെയുള്ള വെളിച്ചവും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? അപ്പൊ രാത്രി നേരത്തെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് എന്താന്ന് ചോദിച്ച് ശാസിച്ചപ്പോൾ അവള് തിരിച്ചു പറഞ്ഞതാണ്, ഓ പിന്നെ ഇവിടെ രാജാവിന്റെ ഭാര്യ മാസക്കണക്കിന് ഒരു ശക്തനായ രാക്ഷസന്റെ കൊട്ടാരത്തിൽ പോയി താമസിച്ചിട്ട് തിരിച്ചു വന്ന് ആ രാജാവ് അവളെ സ്വീകരിച്ചിരിക്കുന്നു. പിന്നെയാണോ ഞാനിപ്പോ കുറച്ചു നേരം പുറത്തു പോയിട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ന മട്ടില് സീതയെ കുറിച്ച് മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ, മറ്റൊരാളുടെ കസ്റ്റഡിയില് കുറെ കാലം കഴിഞ്ഞ സീതയെ രാജാവ് സ്വീകരിച്ചിരിക്കണു. പിന്നെയാണോ അല്പനേരം പുറത്തു പോയിട്ട് വന്ന എന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാനെന്ന്. അപ്പൊ അതൊരു തുടക്കം മാത്രമായിരുന്നു. ഇനി അതൊരു കാട്ടുതീ പോലെ ആളുകള് പറഞ്ഞു പരത്താൻ തുടങ്ങും. എല്ലാവരും അവരവരുടെ തെറ്റുകളെ ന്യായീകരിക്കാനായിക്കൊണ്ട് ഈ രാജാവ് സ്ത്രീലമ്പടനാണ്, ഭാര്യ പരന്റെ ഗൃഹത്തിൽ പോയി മാസങ്ങൾ താമസിച്ചിട്ടും അവളെ സ്വീകരിച്ച, അല്ലെ, കാമിയാണ്, കാമുകനാണ്, മര്യാദയില്ലാത്തവനാണ്, പൗരുഷമില്ലാത്തവനാണ് എന്ന് രാജാവിനെ നിന്ദിക്കും. അങ്ങനെ രാജാവിനെ നിന്ദിച്ചു കഴിഞ്ഞാലോ എല്ലാവർക്കും പിന്നെ അതിനുള്ള ലൈസൻസായി. ശ്രേഷ്ഠന്മാരെ നിന്ദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് എന്ത് തെറ്റും ചെയ്യാനുള്ള ലൈസൻസാണ്. അതാണ് സമൂഹത്തിന്റെ സ്വഭാവം. മാന്യന്മാരായിട്ടുള്ളവരെയൊക്കെ ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞ് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ, അവരൊന്നും കൊള്ളരുതാത്തവരാണെന്ന് ലേബൽ അടിച്ചു കഴിഞ്ഞാൽ
ബാക്കിയുള്ളവർക്ക് എന്തു ആവാം. അതാണ് ലോക സ്വഭാവം. അപ്പൊ അതിന് രാജാവിനെ തന്നെ ഇവർ പറയാൻ തുടങ്ങും. അപ്പൊ അതിന് അവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് പിന്നീട് രാമൻ സീതയെ ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥ വരുന്നത്. രാമന് സീത പവിത്രയാണ്, പതിവ്രതയാണ് എന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു അഗ്നിയുടെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. 100% ഉറപ്പുണ്ട്. ഇനി അഥവാ രാമന് വേണമെങ്കിൽ സീതയെ ഉപേക്ഷിച്ച ശേഷം മറ്റൊരു വിവാഹം കഴിക്കാം. ഒരു രാജ്ഞിയെ വേണം. രാജാവിന് ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഒപ്പം ഭാര്യ വേണ്ടതാണ്. അദ്ദേഹം അശ്വമേധയാഗം ചെയ്യുമ്പോൾ വിവാഹം കഴിക്കാനായിട്ട് വസിഷ്ഠ മഹർഷി നിർബന്ധിക്കുന്നുണ്ട്. സീതയെ ഉപേക്ഷിച്ച ശേഷം അശ്വമേധം നടക്കുമ്പോൾ ഒരു ഭാര്യ വേണം അതിലെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ. ഒന്നിച്ചു വേണം കർമ്മങ്ങൾ ചെയ്യാൻ. അപ്പൊ വസിഷ്ഠ മഹർഷി നിർബന്ധിച്ച് പറയുന്നുണ്ട് ഒരു വിവാഹം കഴിക്കൂ എന്ന്. അപ്പൊ രാമൻ പകരം എന്താ ചെയ്യുന്നത്? സ്വർണം കൊണ്ട് ഒരു സീതയുടെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചു. ഈ സീത തനി തങ്കമാണ്, ഇവള് മാത്രമേ ഉള്ളൂ എന്റെ ജീവിതത്തില് എന്ന് ലോകത്തിനോട് പ്രഖ്യാപിച്ചുകൊണ്ട് ആ സീതയുടെ ഒരു ചാരിത്രം, പാതിവ്രത്യം, അതിനെയാണ് രാമൻ അവിടെ എടുത്തു കാണിച്ചത്. സീത പവിത്രയാണ്, സീത പൊന്നാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ്. മൂഢജനങ്ങൾക്ക് ഇന്നും അതൊന്നും മനസ്സിലായിട്ടില്ല. രാമൻ എങ്ങനെയാണ് പിന്നീട് ജീവിച്ചത്? സീതയെ വനത്തിൽ ഉപേക്ഷിച്ച ശേഷം സീതയേക്കാൾ കഷ്ടത്തിലാണ് രാമൻ കൊട്ടാരത്തിൽ ജീവിച്ചത്. വെറും നിലത്ത് കിടന്നുകൊണ്ട് ഗോമൂത്രത്തിൽ പുഴുങ്ങിയ ധാന്യങ്ങൾ വേവിച്ച് ഭക്ഷിച്ചുകൊണ്ട് ഒരു വനവാസിയെ പോലെയാണ് കൊട്ടാരത്തിൽ ജീവിച്ചത്. ഒരു സുഖവുമില്ലാതെ എന്നും രാമൻ ഏകാന്തതയിൽ കരഞ്ഞിരുന്നു. മറ്റാരും കാണാതെ, രാജാവ് കരയുന്നത് ആരും കാണാൻ പാടില്ല. അതുകൊണ്ട് രാത്രികളിൽ കരഞ്ഞുകൊണ്ടാണ് രാമൻ ഇരുന്നിരുന്നത്. എന്തുകൊണ്ട്? ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് തന്നെ, വിരഹ ദുഃഖം കൊണ്ട് തന്നെ. അപ്പോ എന്തുകൊണ്ട് രാമൻ പിന്നെ സീതയെ ഉപേക്ഷിച്ചു എന്നാണെങ്കിലോ, അവിടെ രാമന് 2 ധർമ്മങ്ങളാണ് അവിടെ കോൺട്രഡിക്ടറി ആയിട്ട് വന്നത്. ഒന്ന് ഭർതൃധർമ്മം, മറ്റൊന്ന് രാജധർമ്മം. രാമന്റെ മുഖ്യധർമ്മം രാജധർമ്മമാണ്. രാമൻ അവതരിച്ചത് തന്നെ ക്ഷത്രിയ അവതാരമായിട്ടാണ്. ക്ഷത്രിയ ധർമ്മം പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ഷത്രിയ ധർമ്മം ലോകത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഭരണാധികാരി എങ്ങനെ ഇരിക്കണം, അതാണ് രാമന്റെ ദൗത്യം. അപ്പൊ അവിടെ അതിന് വിരുദ്ധമായിട്ട് വന്നു ഭർതൃധർമ്മം. അത് ഗൗണധർമ്മമാണ്. ഗൗണം എന്ന് പറഞ്ഞാൽ മുഖ്യത്വമില്ലാത്തത്. മുഖ്യത്വം, ഗൗണത്വം. മുഖ്യം പ്രൈമറി ഡ്യൂട്ടി, ഗൗണം എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെയുള്ള സബ്സിഡിയറി ആയിട്ടുള്ള, സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ക്ലാഷ് വന്നാൽ മുഖ്യത്തെ പിടിച്ചുകൊണ്ട് ഗൗണത്തെ ഉപേക്ഷിക്കണം എന്ന് ധർമ്മശാസ്ത്രം. അപ്പൊ അങ്ങയുടെ ഭാര്യയോടുള്ള, അവർ ഒരുവളേ ഉള്ളൂ ഭാര്യ എന്ന് പറഞ്ഞാല് രാജധർമ്മം അദ്ദേഹം ഉപേക്ഷിക്കുകയാണെങ്കിൽ പ്രജകളെ മുഴുവൻ ഉപേക്ഷിക്കുകയാണ്. അപ്പൊ ഒരാളെ ഉപേക്ഷിക്കണോ, ലോകത്തെ മുഴുവൻ ഉപേക്ഷിക്കണോ? രാഷ്ട്രസ്യാർത്ഥേ ത്യജേദേകം എന്ന് ധർമ്മശാസ്ത്രം. രാഷ്ട്രത്തെ രക്ഷിക്കാൻ ഒരാളെ ത്യജിക്കണമെങ്കിൽ ത്യജിക്കണം. ഇപ്പൊ നമ്മുടെ ശരീരത്തില് എവിടെയെങ്കിലും ഒരു ഭാഗം പഴുത്തു മുറിച്ചു കളഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ എന്താവും? ദേഹം മുഴുവൻ നശിച്ചു പോകും, ഇല്ലേ? അപ്പൊ ദേഹം നശിക്കാതിരിക്കാൻ ഒരു വിരല് മുറിച്ചു കളഞ്ഞാൽ ദേഹത്തെ രക്ഷിക്കാമെന്ന് ഡോക്ടേഴ്സ് പറയുന്നു നമ്മളോട്. ഇതുപോലെയാണ് ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി ചീഞ്ഞു പോയാൽ, ദുഷിച്ചു പോയാൽ, കുടുംബത്തെ രക്ഷിക്കാൻ അവനെ ഉപേക്ഷിക്കണം. ഒരു ദേശത്ത് ഒരു കുടുംബം എന്താ പറയുക, ദുഷ്ട സ്വഭാവമായി കഴിഞ്ഞാൽ അവരെ ഭ്രഷ്ട് കൽപ്പിക്കണം. ഒരു രാജ്യത്ത്, ഒരു ദേശം മുഴുവൻ മോശക്കാരായാൽ ആ രാജ്യത്തെ പുറന്തള്ളണം, ആ ദേശത്തെ പുറന്തള്ളണം. അപ്പൊ ഇങ്ങനെ വലുതിനു വേണ്ടി ചെറുതിനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ധർമ്മം. വലുതിനെ നിലനിർത്താൻ ചെറുതിനെ ഉപേക്ഷിക്കുക. അതുപോലെയാണ് ഇവിടെ
സീത എന്ന ഒരു വ്യക്തി മാത്രമേ സങ്കടം അനുഭവിക്കേണ്ടതുള്ളൂ. അവൾ അത് അർഹിക്കുന്നില്ല എങ്കിലും ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി സീതയും താനും ഈ സങ്കടം അനുഭവിക്കാൻ തയ്യാറാവുകയാണ്. അവിടെ രാജാവായിട്ടുള്ള തനിക്ക് വ്യക്തിപരമായിട്ട് വലിയ നഷ്ടമാണ്. തന്റെ എല്ലാ സുഖവും നഷ്ടപ്പെടുകയാണ്. ആ എല്ലാ സുഖത്തെയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ രക്ഷിക്കാൻ, പ്രജകളെ രക്ഷിക്കാൻ, രാജധർമ്മം നിലനിർത്താൻ, മാതൃകാ രാജാവായി എന്നും അറിയപ്പെടാൻ, അല്ലെങ്കിൽ രാമനെ മാതൃകയായി കാണിക്കും ആളുകൾ ഭാവിയിൽ. രാമന്റെ മുമ്പിൽ രണ്ട് ഓപ്ഷനാണ്. ഒന്നുകിൽ രാജപദവി ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ സീതയെ ഉപേക്ഷിക്കാം. രാജപദവി ഉപേക്ഷിച്ച് വേണമെങ്കിൽ രാമന് സീതയോടുകൂടി സുഖമായിട്ട് എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്യാം. പക്ഷേ അത് കഴിഞ്ഞാൽ ഈ രാജ്യം നശിച്ചു പോകും. എന്നുവെച്ചാൽ ഭരതൻ ഏറ്റെടുക്കില്ല, ലക്ഷ്മണൻ ഏറ്റെടുക്കില്ല, ശത്രുഘ്നൻ ഏറ്റെടുക്കില്ല. അന്ന് സന്തതികളായിട്ടുമില്ല. അപ്പൊ ഈ രാജ്യത്ത് അരാജകത്വം വരും, രാജ്യം മുഴുവൻ നശിച്ചു പോകും. അതുമാത്രമല്ല, എല്ലാവരും രാമനെ ചൂണ്ടിക്കാണിച്ച് പറയും, നോക്കൂ, ഒരു പെണ്ണിനു വേണ്ടി പ്രജകളെ പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയവൻ എന്ന് എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സ്ത്രീക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി എല്ലാ രാജ്യധർമ്മം ഉപേക്ഷിച്ച് എല്ലാവരെയും ഉപേക്ഷിച്ചവൻ. ഇങ്ങനെ ഒരുപാട് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് ഉറപ്പിക്കേണ്ടതുണ്ട് ഈ വിഷയങ്ങളിൽ. ഇപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, സീതയ്ക്ക് ഈ ഒരു വിരഹ ദുഃഖമുണ്ടാവാൻ, നിന്ദയുണ്ടാവാൻ എല്ലാറ്റിനും കാരണം ഈ ലക്ഷ്മണനെ ഇങ്ങനെ നിന്ദിച്ചതിന്റെ ഒരു ഫലം കൂടിയാണ് എന്നത് അതിന്റെ യുക്തി പറഞ്ഞതാണ്. നമുക്ക് കാണാം. രാമസ്യ വ്യസനം ദൃഷ്ട്വാ തേന ഇദാനി പ്രഭാഷസേ. രാമസ്യ വ്യസനം ദൃഷ്ട്വാ, രാമന്റെ ആപത്തിനെ, ദുഃഖങ്ങളെ കണ്ടിട്ട്, അതിനാലാണ് ഏതാനി പ്രഭാഷസേ, നീ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കുകളാണ്, ന്യായീകരണങ്ങളാണ്. നൈത ചിത്രം സപത്നേഷു പാപം ലക്ഷ്മണ യത് ഭവേത് ത്വദ്വിധേഷു നൃശംസേഷു നിത്യം പ്രച്ഛന്നചാരിഷു. ഹേ ലക്ഷ്മണ, നിത്യം പ്രച്ഛന്നചാരിഷു നൃശംസേഷു സപത്നേഷു ത്വദ്വിധേഷു പാപം ഭവേത് യദി ഏതത് ന ചിത്രം. ഇത് വിചിത്രമല്ല, അത്ഭുതമല്ല, ഇതിൽ ആശ്ചര്യമില്ല. ഏത് നിന്നെ പോലെ നിത്യം പ്രച്ഛന്നചാരിഷു, എപ്പോഴും വേഷം മാറി സഞ്ചരിക്കുന്നവർ, ഗൂഢ ഉദ്ദേശത്തോടെ സ്വയം മറച്ചുകൊണ്ട് നടക്കുന്നവർ, വ്യാജന്മാർ, നൃശംസന്മാർ, ക്രൂരന്മാരാണ് അവര്. സപത്നേഷു, ശത്രുക്കളാണ്. നിന്നെ പോലെയുള്ള ത്വദ്വിദേശു, അങ്ങനെയുള്ളവർക്ക് പാപം ഭവേത്, ക്രൂരകൃത്യമുണ്ടാവുക എന്നത് ആശ്ചര്യപ്പെടാനൊന്നുമില്ല. അപ്പൊ നീ ക്രൂരനാണ്, നീ പാപിയാണ്, നിന്നെ പോലെയുള്ളവർ വേഷം മാറി നടക്കുകയാണ്, അല്ലെങ്കിൽ അഭിനയിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇത് നിങ്ങൾക്ക് പാപം ചെയ്യാന്നുള്ളത് മടിയൊന്നുമില്ലാത്ത കാര്യമാണ്. സുദുഷ്ടസ്ത്വം വനേ രാമം ഏകമേകോനുഗച്ഛസി മമ ഹേതോഃ പ്രതിച്ഛന്നഃ പ്രയുക്തോ ഭരതേന വാം. സുദുഷ്ടഃ ത്വം പ്രതിച്ഛന്നഃ, ദുഷ്ടനായിട്ടുള്ള നീ സ്വയം പ്രതിച്ഛന്നനായി എന്ന് പറഞ്ഞാൽ മുഖം മൂടിയോടുകൂടി അഭിനയിച്ചുകൊണ്ട്, മമ ഹേതോഃ വാ, എന്നെ കരുതിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഭരതേന പ്രയുക്തഃ, ഭരതനാൽ നിയോഗിക്കപ്പെട്ടിട്ടാവാം, വനേ ഏകം രാമം ഏകഃ അനുഗച്ഛസി, കാട്ടില് വേറാരും സഹായമില്ലാത്തവനായ രാമനെ ഏകനായി പിന്തുടരുന്നത് എന്തെങ്കിലും അവസരം കിട്ടിയാൽ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ പിച്ചും പേയും പറയാൻ തുടങ്ങി സീതാദേവി എന്നർത്ഥം. തന്ന സിദ്ധ്യതി സൗമിത്രേ തവാപി ഭരതസ്യ ച കഥമിന്ദീവരശ്യാമം രാമം പത്മനിഭേക്ഷണം ഉപസംസൃത്യ ഭർത്താരം കാമയേ പ്രാകൃതം ജനം. ഹേ സൗമിത്രേ തവാപി ഭരതസ്യ തത് ന സിദ്ധ്യതി.
അല്ലയോ സൗമിത്രേ, ലക്ഷ്മണ, നിന്റെ ഉദ്ദേശമോ ഭരതന്റെ ഉദ്ദേശമോ നടക്കാൻ പോകുന്നില്ല. ഇന്ദീവരശ്യാമം പത്മനിപേക്ഷണം രാമം ഭർത്താരം ഉപസംസൃത്യ പ്രാകൃതം ജനം കഥം കാമയേ. ആ നീലത്താമര പോലെയുള്ള നിറത്തോടു കൂടിയവനും ചന്താമര പോലെയുള്ള കണ്ണോടു കൂടിയവനുമായ സുന്ദരനായ രാമനെ ഭർത്താവായി പ്രാപിച്ചതിൽ ശേഷം പ്രാകൃതം ജനം കഥം കാമയെ, നിങ്ങളെ പോലെയുള്ള പ്രാകൃതന്മാരായ ആളുകളെ ഞാൻ എങ്ങനെ കാമിക്കും, എങ്ങനെ ആഗ്രഹിക്കും? അതുകൊണ്ട് നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട എന്നെ കിട്ടുമെന്ന്. സമക്ഷം തവ സൗമിത്രേ പ്രാണാൻ ത്യക്ഷേന സംശയഃ രാമം വിനാ ക്ഷണമപി നഹി ജീവാമി ഭൂതലേ. ഹേ സൗമിത്രേ, തവ സമക്ഷം അഹം പ്രാണാൻ ത്യക്ഷേ. നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ എന്റെ പ്രാണനെ ത്യജിക്കും. സംശയ, യാതൊരു സംശയവും വേണ്ട. രാമം വിനാ ക്ഷണമപി ഭൂതലേ നഹി ജീവാമി. രാമനെ കൂടാതെ ഞാൻ ഒരു നിമിഷം പോലും ഭൂമിയിൽ ജീവിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കിട്ടുമെന്നൊന്നും വിചാരിക്കേണ്ട. ഇത്യുക്തഃ പരുഷം വാക്യം സീതയാ രോമഹർഷണം അബ്രവീത് ലക്ഷ്മണ സീതാ പ്രാഞ്ജലിർവിജിതേന്ദ്രിയഃ. സീതയാ രോമഹർഷണം പരുഷം വാക്യം ഇതി ഉക്തഃ വിജിതേന്ദ്രിയഃ ലക്ഷ്മണഃ. സീതയാൽ ഇപ്രകാരം പരുഷം കർമ്മകഠോരമായതും കേൾക്കുമ്പോ വിഷമം കൊണ്ട് രോമാഞ്ചമുണ്ടാകും, എന്ന് വെച്ചാൽ സങ്കടം കൊണ്ട് രോമാഞ്ചമുണ്ടാകുന്നതും ആയിട്ടുള്ള ഈ വാക്യങ്ങളെ പറയപ്പെട്ടവനായ, യഥാർത്ഥത്തിൽ വിജിതേന്ദ്രിയനായ, ഇന്ദ്രിയ ജയമെല്ലാം നേടിയിട്ടുള്ളവനായ ലക്ഷ്മണൻ സീതാം പ്രാഞ്ജലിഹി അബ്രവീത്, സീതയെ നോക്കി കൈകൂപ്പിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഉത്തരം നോത്സഹേ വക്തും ദൈവതം ഭവതി മമ വാക്യമപ്രതിരൂപം തു ന ചിത്രം സ്ത്രീഷു മൈഥിലി. ഹേ മൈഥിലി, അല്ലയോ മിഥിലാ രാജ്യത്തെ രാജകുമാരി വൈദേഹി, ഭവതി മമ ദൈവതം, ദേവി ഭവതി, എനിക്ക് ഈശ്വര തുല്യയാണ്, ദൈവതമാണ്. എനിക്ക് എന്റെ ഈശ്വരനെ പോലെയാണ് ദേവി. ഉത്തരം ഭക്തും ന ഉത്സഹേ, ഞാൻ അതിന് മറുത്തു പറയാൻ എനിക്ക് ശക്തിയില്ല, എന്നെ കൊണ്ടാവില്ല. സ്ത്രീഷു അപ്രതിരൂപം വാക്യം ന ചിത്രം, പൊതുവേ തന്നെ സ്ത്രീകളോട് അപ്രതികൂലമായി ഉചിതമല്ലാത്ത വാക്കുകൾ പറയുന്നത് മര്യാദയല്ല. ഇനി അത് അങ്ങനെ ഒരർത്ഥത്തിലും, മറ്റൊരർത്ഥത്തില് സ്ത്രീകൾ ഉചിതമല്ലാത്ത വാക്കുകൾ പറയുക എന്നത് വിചിത്രമല്ല. സ്ത്രീകൾ ഇങ്ങനെയൊക്കെ യാതൊരു അർത്ഥവുമില്ലാത്ത വാക്കുകൾ അവരുടെ ഭാവനയിൽ നിന്ന് കൽപ്പനകൾ ഉണ്ടാക്കി പ്രയോഗിക്കാറുണ്ട്. അത് സ്ത്രീകളുടെ സ്വഭാവമാണ് എന്ന് സൂചന. അല്ലേ? അനുഭവസ്ഥരുണ്ടാവുമായിരിക്കും. സ്വഭാവസ്ത്വേഷ നാരീണാം ഏവം ലോകേഷു ദൃശ്യത്തെ വിമുക്തധർമാശ്ച ചപലാഃ തീക്ഷ്ണാ ഭേദകരാ സ്ത്രിയഃ. ലോകേഷു ഏവം, ഈ ലോകത്തിൽ ഇപ്രകാരം, ഏഷഃ സ്വഭാവഃ തു നാരീണാം ദൃശ്യത്തെ, ഇതുപോലെയുള്ള സ്വഭാവം സ്ത്രീകളിൽ കാണപ്പെടുന്നുണ്ട്. സ്ത്രീയഃ വിമുക്തധർമാഃ ചപലാഃ തീക്ഷ്ണാഃ ഭേദകരാഃ. സ്ത്രീകൾ പൊതുവെ ചിലപ്പോൾ ധർമ്മം ഉപേക്ഷിച്ചുകൊണ്ട് ചപലകളായി, കഠിന ഹൃദയകളായി, മറ്റുള്ളവരുടെ ഉള്ളിൽ ഛിദ്രമുണ്ടാക്കുന്നവരായും ഒക്കെ വർത്തിക്കുന്നവരാണ്. ന സഹേഹീദൃശം വാക്യം വൈദേഹി ജനകാത്മജേ ശ്രോത്രയോർ ഉഭയോർ മേ അദ്യ തപ്തനാരാച സന്നിഭം. ഹേ വൈദേഹി ജനകാത്മജേ, അദ്യ മേ ഉഭയോഹോ ശ്രോത്രയോഹോ, ഇപ്പോ എന്റെ രണ്ട് ചെവികൾക്കും തപ്തനാരാജ സന്നിഭം ഈദൃശം വാക്യം ന സഹേഹി, നല്ല ചൂടാക്കിയ അഗ്നിയിൽ ചുട്ടുപഴുപ്പിച്ച അമ്പ്, കൂരമ്പ്, അമ്പ് തന്നെ സഹിക്കില്ല ചെവിയിലേക്ക്, അത് ചുട്ടുകൂടി പഴുപ്പിച്ചാലോ, അതുപോലെയുള്ള വാക്യമാണ് ഇപ്പൊ പ്രയോഗിച്ചിരിക്കുന്നത്. അതെനിക്ക് സഹിക്കാൻ വയ്യ. കൂരമ്പുകളെക്കാൾ, ചുട്ടുപഴുത്ത കൂരമ്പുകളെക്കാൾ മൂർച്ചയേറിയതാണ് അമ്മയുടെ വാക്കുകൾ. ഉപസൃണ്വന്തു മേ സർവേ സാക്ഷിഭൂതാ വനേജരാഃ
ന്യായവാദീ യഥാ ന്യായം ഉക്തോഹം പരുഷം ത്വയാ. ന്യായവാദി അഹം, ഞാൻ മര്യാദയായിട്ടാണ് സംസാരിച്ചിരുന്നത്, നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. ത്വയാ അന്യായം പരുഷം മുക്തഃ, എന്നാൽ ദേവിയാൽ ഇപ്പോൾ ന്യായമല്ലാത്തതും കഠോരമായിട്ടുള്ള വാക്യങ്ങളും പറയപ്പെട്ടു. യഥാ വനേചരാഹ സർവേ മേ സാക്ഷിഭൂതാഹ ഉപസൃണ്ണന്തു. എപ്രകാരമാണോ കാര്യങ്ങൾ നടന്നത് അതിവിടെയുള്ള ഈ വനത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും സസ്യജാലങ്ങളും എല്ലാം സാക്ഷികളാണ്. അവരെല്ലാം കേട്ടുകൊള്ളട്ടെ. അപ്പൊ ഇവരൊക്കെ സാക്ഷികളാണ് എന്നോട് അന്യായമായി സംസാരിച്ചതിന്. അദ്യ പ്രണശ്യത്വം യന്മാം ഏവം വിശങ്കസേ സ്ത്രീത്വാ ദുഷ്ടസ്വഭാവേന ഗുരുവാക്യേ വ്യവസ്ഥിതം. അമ്മയെ കുറിച്ച് ഞാൻ നിന്ദ്യമായി കരുതുന്നു. ദിക് എന്നാൽ നിന്ദ്യം. അപ്പൊ വളരെ നിന്ദ്യമായിട്ടുള്ള കാര്യമാണ് അമ്മ ചെയ്യുന്നത്. അദ്യ ഗുരുവാക്യേ വ്യവസ്ഥിതം മാം. ഇപ്പോൾ ഞാൻ വാസ്തവത്തിൽ എന്റെ ഗുരുതുല്യനായ ജ്യേഷ്ഠന്റെ വാക്യത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ്. ജ്യേഷ്ഠനാണ് അമ്മയെ കാവലിരിക്കാൻ എന്നെ ഏൽപ്പിച്ചത്. അതനുസരിക്കുന്നതായിട്ടുള്ള എന്നെ സ്ത്രീത്വാത് ദുഷ്ടസ്വഭാവേന ഏവം വിശങ്കസേ. സ്ത്രീ സ്വഭാവം ദുഷ്ടസ്വഭാവം ഒക്കെ കൊണ്ട് എന്നെ ഇങ്ങനെ സംശയിക്കുന്നുവല്ലോ. യത്വം പ്രണശ്യ, അതുകൊണ്ട് അമ്മയ്ക്ക് അതുകൊണ്ട് നാശമുണ്ടാകും എന്ന് തന്നെയാ പറയണത്. അമ്മ എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് കാണാതെയാകട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് ഒരു ശാപവാക്കുപോലെ ലക്ഷ്മണൻ പറയുകയാണ്. അപ്പോ എന്റെ കണ്ണിൽ ഭവതിയെ കാണാതാകട്ടെ. ത്വം പ്രണശ്യ എന്ന്, പ്രണശ്യ പ്രകർഷേണ നാശം ഭവതു എന്നുള്ള അർത്ഥത്തില് ലക്ഷ്മണനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചു. ഗമിഷ്യേ യത്ര കാകുൽസ്ഥഃ സ്വസ്തിതേസ്തു വരാനനെ രക്ഷന്തു ത്വാം വിശാലാക്ഷി സമഗ്രാവനദേവതാഃ. ശപിച്ചുവെങ്കിലും മനസ്സ് വരുന്നില്ല, രാമന്റെ ഭാര്യയല്ലേ. അപ്പോ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ്. കാകുൽസ്ഥഃ യത്ര തത്ര ഗമിഷ്യേ, രാമൻ എവിടെയാണോ അവിടേക്ക് ഞാൻ പോകുന്നു. ഹേ വരാനനെ തേ സ്വസ്തിയസ്തു, അല്ലയോ സുന്ദരി നിനക്ക് സ്വസ്തി ഉണ്ടാവട്ടെ, മംഗളമുണ്ടാകട്ടെ, ക്ഷേമമുണ്ടാകട്ടെ. ഹേ വിശാലാക്ഷി, അല്ലയോ വലിയ കണ്ണുകളോടുകൂടിയവളെ, വനദേവതാഹ സമഗ്രാഹ ത്വാം രക്ഷന്തു, ഇവിടെയുള്ള വനദേവതകൾ എല്ലാവരും കൂടി നിന്നെ രക്ഷിക്കട്ടെ. നിമിത്താനി ഹി ഘോരാണി യാനി പ്രാദുർഭവന്തി മേ അഭിത്വാം സഹരാമേണ പശ്യേയം പുനരാഗതഃ. ഞാനിതാ ചുറ്റുപാടും ദുർനിമിത്തങ്ങളെല്ലാം കാണുന്നു. ഘോരാണി നിമിത്താനി യാനി ഹി മേ പ്രാദുർഭവന്തി, ഘോരങ്ങളായ നിമിത്തങ്ങൾ എന്റെ മുമ്പിൽ ഭവിക്കുന്നു. രാമേണ സഹ പുനഃ ആഗതഃ ത്വാം പശ്യേയം അപി, രാമനോടുകൂടെ ഞാൻ തിരിച്ചു വരുമ്പോൾ വീണ്ടും കാണാനിടവരണമേ എന്നിപ്പോ പ്രാർത്ഥിച്ചു. പ്രണശ്യ എന്ന് പറഞ്ഞ ആള് ഇപ്പൊ മാറ്റി പറയേണ്ട. അന്ന് ഒരു ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയെങ്കിലും രാമനോടുകൂടി ഞാൻ തിരിച്ചു വരുമ്പോ ദേവിയെ കാണാറാകണേ. ലക്ഷ്മണേന ഇവ മുക്താ സാരുദന്തി ജനകാത്മജ പ്രത്യുവാച തതോ വാക്യം തീവ്രം ബാഷ്പരിപ്ലുത. ലക്ഷ്മണേന ഏവ മുക്ത ജനകാത്മജ സാ, ലക്ഷ്മണനാൽ ഇപ്രകാരം പറയപ്പെട്ടവളായ ജനകപുത്രിയായ സീത ബാഷ്പരിപ്ലുതാരുദന്തി, നല്ല കണ്ണു നിറഞ്ഞ് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് തീവ്രം വാക്യം തതഃ പ്രത്യുവാച, വീണ്ടും കഠിനമായ വാക്കിനെ ഉറപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ഗോദാവരീം പ്രവേക്ഷ്യാമി വിനാരാമേണ ലക്ഷ്മണ ആബന്ധിഷ്യേ അഥവാ ത്യക്ഷ്യേ വിഷമേ ദേഹമാത്മനഃ. ഹേ ലക്ഷ്മണ, രാമേണ വിനാ വിഷമേ ആത്മനഃ ദേഹം ത്യക്ഷ്യേ. അല്ലയോ ലക്ഷ്മണ, രാമനെ കൂടാതെ കഷ്ടമായിട്ടുള്ള അവസ്ഥയിൽ വിഷമസ്ഥിതിയില് ഞാൻ എന്റെ ദേഹത്തെ തന്നെ ത്യജിച്ചു കളയും. ഗോദാവരിയും പ്രവേക്ഷ്യാമി, അവിടെ പഞ്ചവടിയിലുള്ള നദിയുടെ പേരാണ് ഗോദാവരി. ആ ഗോദാവരി നദിയിലേക്ക് ഞാൻ ചാടി ആത്മഹത്യ ചെയ്യും. അഥവാ ആബന്ധിഷ്യേ,
അതല്ലെങ്കിൽ ഞാൻ എന്നെ ബന്ധിച്ച് കൊല്ലും, തൂങ്ങിച്ചാവും എന്ന് പറയണം. അന്നേ ഉണ്ട് ഇതെല്ലാം. അപ്പൊ മര്യാദയ്ക്ക് രാമനെയും കൂട്ടി വന്നില്ലെങ്കിൽ, രാമനെ കണ്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകിൽ ഗോദാവരിയിൽ ചാടി ദേഹത്യജിക്കും, അല്ലെങ്കിൽ തൂങ്ങി മരിക്കും. പിബാമിവാ വിഷം തീക്ഷ്ണം പ്രവേക്ഷ്യാമി ഹുതാശനം നത്വഹം രാഘവാദന്യം പദാപി പുരുഷം സ്പൃശേ. തീക്ഷ്ണം വിഷം പിബാമിവ, അല്ലെങ്കിൽ ഞാൻ വളരെ എന്താ പറയാ കഠിനമായ ഘോരമായ വിഷത്തെ കുടിക്കും. ഹുതാശനം പ്രവേക്ഷ്യാമി, അല്ലെങ്കിൽ അഗ്നിയിലേക്ക് ചാടി എന്റെ ദേഹത്തെ ഉപേക്ഷിക്കും. അഹം തു രാഘവാദ് അന്യം പുരുഷം പദാപീന സ്പൃശേ. ഞാൻ രാമനല്ലാതെ മറ്റൊരു പുരുഷനെ കാലുകൊണ്ട് പോലും സ്പർശിക്കുകയില്ല. ഇതി ലക്ഷ്മണമാകൃഷ്യ സീതാ ദുഃഖ സമന്വിത പാണിഭ്യാം രുദതി ദുഃഖാത് ഉദരം പ്രജഗാന. സീതാ ദുഃഖ സമന്വിത, ഇങ്ങനെ ദുഃഖാർത്തയായ സീത ലക്ഷ്മണം ഇതി ആകൃഷ്യ, ലക്ഷ്മണനോട് ഇങ്ങനെ ആക്രോശിച്ച് പറഞ്ഞുകൊണ്ട് ദുഃഖാത് രുദതി, ദുഃഖത്തോടെ കരയുന്നവളായിട്ട് പാണിഭ്യാം ഉദരം ഹ പ്രജഗാന, രണ്ട് കൈകളെ കൊണ്ടും ഉദരത്തിലേക്ക് പ്രകർഷേണ ജഗാന എന്ന് പറഞ്ഞാലോ ഹനിച്ചു, വയറ്റിലടിച്ചുകൊണ്ടാണ് നിലവിളിച്ച് കരയുന്നത്. ആര്? സീതാമൻ. ലക്ഷ്മണനോട് ഇങ്ങനെ ആക്രോശിച്ച് കരഞ്ഞുകൊണ്ട് വയറ്റത്ത് കൈകൾ കൊണ്ട് അടിച്ചുകൊണ്ട് പാണിഭ്യാം പ്രജഗാന, എവിടെ? ഉദരം. ദുഃഖാത് ഉദരം പ്രജഗാന, ദുഃഖത്തോടുകൂടി കരഞ്ഞുകൊണ്ട് വയറ്റത്തടിച്ചുകൊണ്ടിരുന്നു എന്നാണ്. താമാർത്തരൂപാം വിമനാരുദന്തി സൗമിത്രിരാലക്ഷ്യ വിശാല നേത്രാം ആശ്വാസയാമാസ ന ചൈവ ഭർത്തുഃ തം പ്രാതരം കിഞ്ചിതുവാച സീതാം. ആ സൗമിത്രി വിശാല നേത്രാം താം ആർത്തരൂപാം രുദന്തീം ആലക്ഷ്യ, ആ വലിയ കണ്ണുകളുള്ളവളായ സീതാദേവി ഇങ്ങനെ വളരെ ദുഃഖിക്കുന്നവളായി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് വിമനാഹ, അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം, വൈമനസ്യമുണ്ടായി. ഇങ്ങനെ വയറ്റത്തടിച്ച് സ്ത്രീകൾ കരയുന്നത് കാണുന്ന ആർക്കെങ്കിലും സഹിക്കുമോ? അപ്പൊ ലക്ഷ്മണന് വല്ലാത്ത വിഷമായി, വൈമനസ്യമായി. ആശ്വാസയാമാസ, എങ്ങനെയെങ്കിലുമൊക്കെ അവളെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഒന്ന് ശാന്തയാകൂ, ഏട്ടനൊന്നും പറ്റില്ല, ദേവിയുടെ ഭർത്താവ് തിരിച്ചു വരും, അല്ലെങ്കിൽ ഞാനിതാ പോവുകയാണ്, കൂട്ടിക്കൊണ്ടുവരാം, ധൈര്യമായിട്ടിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു നോക്കി.
പക്ഷേ സീതാച ഭർത്തുഹു തം ഭ്രാതരം കിഞ്ചിത് നൗവാചൈവ. സീതയാകട്ടെ തന്റെ ഭർത്തൃ സഹോദരനായ ലക്ഷ്മണനോട് ഒരക്ഷരം ഉരിയാടിയില്ല. ആ ദേഷ്യത്തോടുകൂടി തന്നെ ലക്ഷ്മണന്റെ ആശ്വാസ വചനങ്ങളെ ഒന്നും ഗണിച്ചതേയില്ല. ഒരു തരത്തിലുള്ള ലക്ഷ്മണനോട് ആനുകൂല്യവും കാണിച്ചില്ല. മര്യാദയ്ക്ക് എന്റെ അടുത്തുനിന്ന് പോ എന്നുള്ള മട്ടില് ദേഷ്യത്തോടുകൂടി തന്നെ ഇരുന്നു. തതസ്തു സീതാം അഭിവാദ്യ ലക്ഷ്മണഃ കൃതാഞ്ജലി കിഞ്ചിദഭിപ്രണമ്യ ച അന്വീക്ഷമാണോ ബഹുശശ്ച മൈഥിലീം ജഗാമ രാമസ്യ സമീപമാത്മവാൻ. തതഃ ലക്ഷ്മണഃ ആത്മവാൻ. ആ ലക്ഷ്മണൻ സ്വയം മനസ്സിനെ ധൈര്യം സംഭരിച്ചവനായിട്ട്, എന്തിനാ ഇവിടെ സീതയെ കാട്ടിൽ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചു പോകുക എന്ന് പറഞ്ഞാൽ സാധിക്കൂ? അതും ഏട്ടനെ ഏൽപ്പിച്ചു കൊടുത്ത ഡ്യൂട്ടിയെ ഉപേക്ഷിച്ചാ പോകാൻ പോകുന്നത്. അപ്പോ എന്തൊക്കെയോ ആപത്ത് വരാൻ പോകുന്നു എന്ന് ലക്ഷ്മണന്റെ മനസ്സ് പറയുന്നുണ്ട്. എങ്കിലും ധൈര്യം അവലംബിച്ചുകൊണ്ട് ആത്മവാനായി സീതാം കൃതാഞ്ജലി അഭിവാദ്യ, സീതയെ അഞ്ജലി കൂപ്പി തൊഴുകയോടുകൂടി അഭിവാദനം ചെയ്ത് നമസ്കരിച്ച് യാത്ര പറഞ്ഞ് കിഞ്ചിത്തു അഭിപ്രണമ്യ, അല്പം തലകുനിച്ച് പ്രണമിച്ചുകൊണ്ട് മൈഥിലീം ബഹുശഃ അന്വീക്ഷമാണഃ, പോകുന്ന വഴിക്ക് പല പ്രാവശ്യം അന്വീക്ഷമാണഃ, തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നവനായിക്കൊണ്ട്. ദേവി എന്താ ചെയ്യണമെന്നുള്ള ശങ്കയുണ്ട്. അതുമാത്രമല്ല, ഒന്ന് തിരിച്ചു വിളിച്ചിരുന്നെങ്കിൽ എന്നും ഉണ്ടാവും അകത്ത് ചിന്ത, അല്ലേ? അതാണ് ഈ തിരിഞ്ഞു നോക്കുന്നതിന്റെയൊക്കെ താല്പര്യം. ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് തിരിഞ്ഞു തിരിഞ്ഞു നോക്കിക്കൊണ്ട് അന്വീക്ഷമാണഃ രാമസ്യ സമീപം ജഗാമ, രാമന്റെ സമീപത്തേക്ക് ഗമിക്കുകയാണ് ലക്ഷ്മണൻ. നിവൃത്തിയില്ല, അദ്ദേഹത്തിന് അവിടെ നിൽക്കക്കള്ളിയില്ല. സീത അമ്മാതിരിയാണ് അദ്ദേഹത്തെ നിന്ദിച്ചുകൊണ്ട് ഇല്ലാത്തതെല്ലാം പറയുന്നത്. അപ്പോ ഇങ്ങനെ ആ ലക്ഷ്മണൻ അവിടുന്ന് പോകുന്നു. അതോടുകൂടി ഈ സർഗം പൂർണ്ണമാകുന്നു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ ആരണ്യകാണ്ഡേ പഞ്ചചത്വാരിംശ സർഗഃ. അങ്ങനെ 45 സർഗം പൂർണ്ണം. ഇനി 46 സർഗത്തിലേക്ക് പ്രവേശിക്കണം. നാളെ പ്രവേശിക്കാം. നിങ്ങൾക്ക് അല്ലേ ഈ ഇൻട്രസ്റ്റ് പിടിച്ച് വരുമ്പോഴാണ് കഴിഞ്ഞു എന്ന് പറയുന്നത്. സമയം നമ്മൾ 7 മണി വരെയാണ് ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നത്. 5 to 7 ആണ് ടൈം. അപ്പൊ നമ്മൾ നിർത്തുകയാണ്. നാളെ തുടരാം. ഓം പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹുമരവിന്ദദളായദാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമത്സ്മരണാത് ഭവേത്. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. നാളെ തുടരാം. പ്രസാദം വാങ്ങിച്ചിട്ട് പൊക്കോളൂ എല്ലാവരും.
പൊന്നത് കട്ടി മെസ്സേജ് വന്നു. സ്ലോ കണക്ഷൻ.